السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم لا علم لنا إلا ما علمتنا، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും പടച്ചത് അള്ളാഹുവിനുള്ള ഇബാദത്തുകൾക്ക് വേണ്ടിയാണ്. നമുക്കെല്ലാവർക്കും സുപരിചിതമായ ആയത്ത് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറഞ്ഞു, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നുകളെയും മനുഷ്യരെയും എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ റസൂലുമാരെ, നബിമാരെ മുഴുവനും അയച്ചത് ഈ കാര്യത്തിനു വേണ്ടിയാണ്, ജനങ്ങളെ ഇത് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അള്ളാഹു അവൻ്റെ കിതാബുകൾ അവതരിപ്പിച്ചത് ഇതിനു വേണ്ടിയാണ്. സഹോദരങ്ങളെ, അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മെ സൃഷ്ടിക്കുകയും നമുക്കുള്ള മാർഗദർശനങ്ങൾ നൽകുകയും ചെയ്തു. നമ്മുടെ ജീവിത ലക്ഷ്യം അത് അള്ളാഹുവിനുള്ള ഇബാദത്താണ് എന്നും പറഞ്ഞു. ആ കൽപ്പനകളിൽ കേവലം അത് ഒതുങ്ങുന്നില്ല, മറിച്ച് അള്ളാഹു റബ്ബുൽ ആലമീൻ അവനെ അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് വലിയ പ്രതിഫലം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, ഇഹലോകത്തും പരലോകത്തും. പരലോകത്ത് നമുക്കെല്ലാവർക്കും അറിയാം, അള്ളാഹു ഒരുക്കി വെച്ച അതിവിശാലമായ സ്വർഗം. എന്നാൽ ഇഹലോകത്ത് കിട്ടുന്ന പ്രതിഫലത്തിൽപ്പെട്ടതാണ് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യം, അഥവാ ഇബാദത്തുകളുടെ ആസ്വാദനം. അള്ളാഹു റബ്ബുൽ ആലമീൻ പരലോകത്തെ സ്വർഗത്തിലേക്ക് ഒരടിമ എത്തുന്നതിന് മുന്നേ ദുനിയാവിലുള്ള സ്വർഗത്തിൽ അവനെ പ്രവേശിപ്പിക്കും. മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, ഇന്ന ഫിദ് ദുനിയ ജന്നതൻ ലം യദ്ഖുൽ ജന്നത്തൽ ആഖിറ. തീർച്ചയായും ദുനിയാവിൽ ഒരു സ്വർഗമുണ്ട്. ആരാണോ അതിൽ പ്രവേശിക്കാത്തത് അവൻ ആഖിറത്തിലെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. സഹോദരങ്ങളെ, ദുനിയാവിലൊരു സ്വർഗമുണ്ട്. എന്താണ് ദുനിയാവിലെ സ്വർഗം? നമ്മൾ വിചാരിച്ചതുപോലെ വലിയ ആർഭാട ജീവിതമോ ബംഗ്ലാവുകളോ കൊട്ടാരങ്ങളോ അധികാരമോ അങ്ങനെയുള്ള ഒന്നുമല്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ നിശ്ചയിച്ച സ്വർഗം എന്നത് അതൊരു സത്യവിശ്വാസിക്ക് അല്ലാഹു നൽകുന്ന, ഒരു സത്യവിശ്വാസിനിക്ക് അല്ലാഹു നൽകുന്ന ഹയാത്തുൻ തയ്യിബതൻ, വിശിഷ്ടമായ ജീവിതം എന്ന് പറയും. അള്ളാഹു പറഞ്ഞു, സൂറത്തു നഹ്ലിൽ നമുക്ക് കാണാം, മൻ അമില സാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ ഫലനുഹ്യിയന്നഹു ഹയാതൻ തയ്യിബ. ആണാവട്ടെ പെണ്ണാവട്ടെ, അഥവാ സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ, ഈമാനുള്ളവരായിക്കൊണ്ട് ആരാണോ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നത്
അവരെ നാം വിശിഷ്ടമായ ജീവിതം ജീവിപ്പിക്കും. വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. അവർ പ്രവർത്തിച്ച സൽക്കർമ്മങ്ങൾക്ക് ഏറ്റവും നല്ല പ്രതിഫലം അവർക്ക് നാം നൽകുകയും ചെയ്യും. ഈ ആയത്തിൽ ദുനിയാവും ആഖിറവും വന്നിട്ടുണ്ട്. ഫലനുഹിയന്നഹു ഹയാതൻ തയ്യിബ എന്നത് വിശിഷ്ടമായ ജീവിതം നാം ജീവിപ്പിക്കുമെന്നത് അത് ദുനിയാവിലാണ്. ഏറ്റവും നല്ല പ്രതിഫലം അഥവാ സ്വർഗം അത് നൽകുമെന്ന് പറഞ്ഞത് പരലോകത്താണ്, നമുക്കെല്ലാവർക്കും അറിയാം. എന്താണ് സഹോദരങ്ങളെ ദുനിയാവിലെ വിശിഷ്ടമായ ജീവിതം എന്ന് പറഞ്ഞാൽ? പണ്ഡിതന്മാർ പറഞ്ഞു, മുഫസ്സിറുകൾ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, വദാലിക ബിതുമഅനീനതി ഖൽബിഹി വസുകൂനി നഫ്സിഹി വഅദമി ഇൽതിഫാതിഹി ലിമാ യുശവ്വിശു അലൈഹി ഖൽബുഹു. ഹൃദയത്തിനുള്ള ആശ്വാസവും സമാധാനവുമാണ്. ശരീരത്തിന് അടക്കവും ഒതുക്കവും, അഥവാ മനസ്സിനും ശരീരത്തിനും ശാന്തിയും സമാധാനവും അടക്കവും ഒതുക്കവും ലഭിക്കും. അതുപോലെ തന്നെ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന, മനസ്സിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിൽ നിന്ന് തിരിഞ്ഞുകളയാനുള്ള തൗഫീഖ് അള്ളാഹു നൽകും. എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, മാനസികമായും ശാരീരികമായും നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്ന സമാധാനവും ആശ്വാസവും അള്ളാഹു നൽകും. അതാണ് വിശിഷ്ടമായ ജീവിതം. അവിടെ അവസാനിക്കുന്നില്ല. വയർസുഖുല്ലാഹു റിസ്ഖൻ ഹലാലൻ തയ്യിബൻ മിൻ ഹൈഥു ലാ യഹ്തസിബ്. വിശിഷ്ടമായ ഹലാലായ ഉപജീവനം അള്ളാഹു അവന് നൽകും, അവൻ പോലും അറിയാതെ. എന്തൊരു മനോഹരമായ അവസ്ഥയാണ് ഇത് സഹോദരങ്ങളെ. രാജാക്കന്മാർക്ക് പോലും കിട്ടാത്ത കാര്യമാണ്. വലിയ സമ്പന്നരായ ആളുകൾക്ക് പോലും കിട്ടാത്തൊരു കാര്യമാണിത്. അതുകൊണ്ടാണ് മുൻഗാമികളിൽ ചിലർ പറഞ്ഞത്, ലൗ അലിമൽ മുലൂകു വഅബ്നാഉൽ മുലൂകി മാ നഹ്നു ഫീഹി മിനസ് സുറൂരി വന്നഈമി ലജാലദൂന അലൈഹി ബിസ്സുയൂഫ്. രാജാക്കന്മാരും അവരുടെ മക്കളും നമ്മൾ ഈ അനുഭവിക്കുന്ന സന്തോഷവും സുഖാനുഭൂതിയും അറിഞ്ഞിരുന്നുവെങ്കിൽ വാളുകളെടുത്തവർ നമ്മോട് യുദ്ധം ചെയ്തത് നേടാൻ ശ്രമിക്കുമായിരുന്നു. സുബ്ഹാനല്ലാഹ്. ഭരണാധികാരികൾ, രാജാക്കന്മാർ, വലിയ വലിയ സമ്പന്നർ, അവർക്ക് പോലും കിട്ടാത്ത ഒരു സുഖാനുഭൂതിയാണ് സഹോദരങ്ങളെ ഈമാനുള്ള ദുനിയാവിലെ സ്വർഗത്തിൽ പ്രവേശിച്ച ഒരു മുഅ്മിനിന് കിട്ടുന്ന സുഖാനുഭൂതി. എത്ര മനോഹരമാണെന്ന് നോക്കൂ നിങ്ങൾ. കേട്ടിട്ടില്ലേ, പലപ്പോഴും ഒരുപാട് സമ്പത്തുണ്ടാകും, പക്ഷെ ഒന്ന് സമാധാനമായി ഉറങ്ങണമെങ്കിൽ ഉറക്കുവിളി കഴിക്കണം, സമാധാനം ഉണ്ടാവില്ല. എന്നാൽ ഒരു സമ്പത്തുമില്ലാത്ത, ഭൗതിക വിഭവങ്ങളൊന്നുമില്ലാത്ത ഒരാൾ, ഈമാനുള്ള മനുഷ്യനാണെങ്കിൽ, അള്ളാഹു ഈ പറഞ്ഞ വിശിഷ്ടമായ ജീവിതം നൽകിയ ഒരാളാണെങ്കിൽ യാതൊരു മരുന്നിൻ്റെയോ ഗുളികയുടെയോ ആവശ്യമില്ലാതെ അയാൾ സുഖസുന്ദരമായി കിടന്നുറങ്ങും. രാത്രി ഉറങ്ങുമ്പോൾ ഒരു പ്രയാസവുമില്ല, ഒരു തടസ്സവുമില്ല. കൃത്രിമമായി ഉറക്ക് വരുത്തേണ്ടതില്ല. ജീവിതം സന്തോഷത്തിലായിരിക്കും, ആസ്വാദനത്തിലായിരിക്കും. ഈ അർത്ഥത്തിൽ മറ്റേത് പുറമേക്ക് കാണുമ്പോൾ ഒരുപാട് സന്തോഷവും പളവളപ്പുകളും ആസ്വാദനങ്ങളും ഒക്കെ നമുക്ക് തോന്നിയേക്കാം. പക്ഷെ അതിലൊക്കെ സഹോദരങ്ങളെ കല്ലുകടി ഉണ്ടാകും. എത്ര വലിയ ദുനിയാവിലെ സൗകര്യങ്ങൾ കൊണ്ട് ഒരാൾ മതിമറന്നാലും കുറച്ച് കഴിഞ്ഞാൽ അയാൾക്ക് ഒരു പ്രയാസം തോന്നും, കുറച്ച് കഴിഞ്ഞാൽ മടുപ്പ് തോന്നും, കുറച്ച് കഴിഞ്ഞാൽ അയാൾക്ക് ഇതിനോടൊക്കെ ഒരു വിരക്തി തോന്നും. എന്നാൽ നിങ്ങൾ നോക്കൂ, ഈമാൻ, അള്ളാഹു ഈ നൽകുന്ന വിശിഷ്ടമായ ജീവിതം
അതിനോട് വിമുഖത കാണിക്കുക എന്നത് സംഭവിക്കുകയില്ല. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കൂ, ഈ പറഞ്ഞ ദുനിയാവിലെ ആസ്വാദനം ലഭിച്ച ചില ആളുകൾ, മുൻഗാമികൾ, അവർ പറഞ്ഞു, ഇന്നഹു ലതമറു ബി ഔഖാതുൻ അഖൂലു ഫീഹാ, തീർച്ചയായും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ചില സമയങ്ങൾ കടന്നു പോവാറുണ്ട്, അതിനെക്കുറിച്ച് ഞാൻ പറയട്ടെ. ഇൻ കാന അഹ്ലുൽ ജന്നതി ഫീ മിസ്ലി ഹാദാ ഇന്നഹും ലഫീ ഐശിൻ തയ്യിബ്. ദുനിയാവിലെ വിശിഷ്ടമായ ജീവിതം കിട്ടിയ ആളുകളുടെ വാക്കാണിത്. സ്വർഗക്കാർ സ്വർഗത്തിൽ ഈ രൂപത്തിലുള്ള ജീവിതമാണ് ആസ്വദിക്കുന്നത് എങ്കിൽ അതൊരു വിശിഷ്ടമായ ജീവിതം തന്നെയാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് പരലോകത്തെ സ്വർഗത്തിന് മുന്നേ ദുനിയാവിൽ അതിൻ്റെ ആസ്വാദനം കിട്ടിയിരിക്കുന്നു. അങ്ങനെയുള്ള ചില സമയങ്ങൾ അവരുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോവാറുണ്ട് എന്നാണ്. ജീവിതം ഈമാൻ കൊണ്ട്, ഈമാനിന്റെ ആസ്വാദനം കൊണ്ട് സന്തോഷം, സമാധാനം, ആശ്വാസം കിട്ടിയ ആളുകളുടെ വാക്കാണിത്. വേറെ ചില മുൻഗാമികൾ പറഞ്ഞു, ഇന്ന ഫിദ്ദുന്യ ജന്നതൻ ഹിയ ഫിദ്ദുന്യ കൽ ജന്നതി ഫിൽ ആഖിറ. തീർച്ചയായും ദുനിയാവിൽ ഒരു സ്വർഗമുണ്ട്. ആ ദുനിയാവിലെ സ്വർഗം എന്നാൽ ആഖിറത്തിലെ സ്വർഗം പോലെയാണ്. ഫമൻ ദഖലഹാ ദഖല തിൽകൽ ജന്ന. ആരാണോ ദുനിയാവിലെ ആ സ്വർഗത്തിൽ പ്രവേശിച്ചത് അവൻ പരലോകത്തെ സ്വർഗത്തിലും പ്രവേശിക്കും. വമൻ ലം യദ്ഖുൽഹാ ലം യദ്ഖുൽ ജന്നതൽ ആഖിറ. ദുനിയാവിലെ ഈ സ്വർഗത്തിൽ ആർക്കാണോ പ്രവേശിക്കാൻ സാധിക്കാത്തത് അവൻ പരലോകത്തെ സ്വർഗത്തിലും പ്രവേശിക്കുകയില്ല. സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, ദുനിയാവിലൊരു സ്വർഗമുണ്ട്. ആ സ്വർഗം അത് അള്ളാഹു നൽകുന്ന വിശിഷ്ടമായ ജീവിതത്തിലൂടെയാണ് നമുക്ക് ലഭിക്കുക. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കൂ, ഈമാനിനെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? ദാഖ തഅമൽ ഈമാൻ. ഈമാനിന്റെ മാധുര്യം ലഭിച്ചിരിക്കുന്നു. നോക്കൂ, ഈമാനിന്റെ മാധുര്യം ലഭിച്ചിരിക്കുന്നു, നുകർന്നിരിക്കുന്നു. ആരാണ് ഈമാനിന്റെ മാധുര്യം നുകർന്നവർ? മൻ റളിയ ബില്ലാഹി റബ്ബൻ. അള്ളാഹുവിനെ റബ്ബായി തൃപ്തിപ്പെട്ടവൻ, അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ റസൂലായി തൃപ്തിപ്പെട്ടവൻ, ഇസ്ലാമിനെ മതമായി തൃപ്തിപ്പെട്ടവൻ, ഈമാനിന്റെ മാധുര്യം നുകർന്നിരിക്കുന്നു. ഈമാനിനൊരു മധുരമുണ്ട്, ഈമാനിനൊരു ആസ്വാദനമുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസ് നമുക്ക് കാണാം. സലാസുൻ, മൂന്ന് വിഭാഗം ആളുകൾ, സലാസുൻ, മൂന്ന് കാര്യങ്ങൾ, മൻ കുന്ന ഫീഹി വജദ ഹലാവത്തൽ ഈമാൻ. ഈ മൂന്ന് കാര്യങ്ങൾ ആരിലാണോ ഉള്ളത് അവൻ ഈമാനിന്റെ മാധുര്യം നുകർന്നിരിക്കുന്നു, ഈമാനിന്റെ മാധുര്യം കിട്ടിയിരിക്കുന്നു. ഒന്നാമത്തെ കാര്യം, അയ്യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. മറ്റുള്ള എല്ലാറ്റിനേക്കാളും ഒരാൾക്ക് അള്ളാഹുവും അവന്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും പ്രിയപ്പെട്ടതായി തീരുക. രണ്ടാമത്തത്, വഅൻ യുഹിബ്ബൽ മർഅ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്. ഒരാളെ അള്ളാഹുവിന്റെ മാർഗത്തിലല്ലാതെ സ്നേഹിക്കുകയില്ല. മൂന്നാമത്തത്, വഅൻ യക്റഹ അൻ യഊദ ഫിൽ കുഫ്രി കമാ യക്റഹു അൻ യുഖ്ദഫ ഫിന്നാർ. കുഫറിലേക്ക് മടങ്ങിപ്പോവുക എന്നത്, തീയിലേക്ക് വലിച്ചെറിയപ്പെടുന്നത് എപ്രകാരം വെറുപ്പുണ്ടാക്കുന്നുവോ അപ്രകാരം ഒരാൾക്ക് വെറുപ്പുണ്ടാവുക. ഈ മൂന്ന് കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടായാൽ അയാൾക്ക് ഈമാനിന്റെ മാധുര്യം കിട്ടിയിരിക്കുന്നു. സഹോദരങ്ങളെ, ഈമാനിന് മാധുര്യമുണ്ട്. അത് നേരത്തെ പറഞ്ഞ ദുനിയാവിൽ കിട്ടുന്ന ആസ്വാദനമാണ്, ദുനിയാവിലെ സ്വർഗത്തിലുള്ള കാര്യമാണത്. ഇനി നിങ്ങൾ നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കിതാബിൽ നമുക്ക് കാണാം, ദുനിയാവിലെ വിശിഷ്ടമായ ജീവിതം ലഭിക്കുവാൻ, ഈ പറഞ്ഞ സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ, അല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്.
ഏതൊരു കൂട്ടരാണോ ഈമാൻ ഉൾക്കൊണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ള ദിക്റുകൾ കൊണ്ടാണ് അവരുടെ ഹൃദയങ്ങൾ സമാധാനമടയുക. ഈമാനിനെ കുറിച്ച് പറഞ്ഞു. ആ ഈമാനുള്ള ആളുകളുടെ ഹൃദയങ്ങൾക്ക് സമാധാനം കിട്ടുക ദിക്റുകൾ കൊണ്ടാണ്. അവരുടെ ഹൃദയങ്ങൾ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ കാരണത്താൽ സമാധാനത്തിലാകും. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അറിയുക ഹൃദയങ്ങൾക്ക് സമാധാനം ലഭിക്കുന്നത് അള്ളാഹുവിനുള്ള ദിക്റുകൾ കൊണ്ടാണ്. ഇനി നോക്കൂ സഹോദരങ്ങളെ, അതുപോലെ തന്നെ നിസ്കാരം, നമ്മൾ നിസ്കരിച്ചു പോകുന്ന നിസ്കാരങ്ങൾ, ആ നിസ്കാരത്തിൽ ആസ്വാദനമുണ്ട്, കൺകുളിർമയുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, വജുഇല ഖുർറതു ഐനി ഫിസ്സലാഹ്, എൻ്റെ കൺകുളിർമ നിസ്കാരത്തിലാകുന്നു നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് പറയും, യാ ബിലാൽ അഖിമിസ് സ്വലാത അരിഹ്നാ ബിഹാ, നിസ്കാരത്തിനു വേണ്ടി ഇഖാമത്ത് വിളിക്കൂ, നമ്മെ സമാധാനത്തിലാക്കൂ, നമുക്ക് സമാധാനം നൽകൂ. നോക്കൂ സഹോദരങ്ങളെന്നോ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ വ്യത്യസ്തങ്ങളായ രൂപത്തിൽ ഈമാനുള്ളവർക്ക്, മുഅ്മിനീങ്ങൾക്ക് ദുനിയാവിൽ വിശിഷ്ടമായ ജീവിതം, സമാധാനം, ആശ്വാസം നൽകിയിരിക്കുന്നു. അത് നുകരാനാണ് നമുക്ക് സാധിക്കേണ്ടത്. ഇങ്ങനെ ഒരു കാര്യമുണ്ട്, അതിന് യാഥാർത്ഥ്യമുണ്ട്, ഇതിൽ യാതൊരു സംശയവും ഇല്ല തന്നെ. ഇതാണ് ഏറ്റവും വലിയ ആസ്വാദനം. അള്ളാഹുവിനുള്ള ഈമാനും സൽക്കർമ്മങ്ങളും, ദുനിയാവിൽ അള്ളാഹു നിശ്ചയിച്ച ഈ കാര്യങ്ങൾ, ഇതാണ് മറ്റെല്ലാറ്റിനേക്കാളും എത്രത്തോളം ചില പണ്ഡിതന്മാർ പറഞ്ഞു, സംശുദ്ധമായ ഏറ്റവും മധുരമുള്ള രുചിയുള്ള തേനിനേക്കാൾ ആസ്വാദകരമാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. അതിനേക്കാളൊക്കെ അപ്പുറത്താണ് ഇത് നിൽക്കുക. ഇനി സഹോദരങ്ങളെ, ഈ ഒരു ആമുഖം പറഞ്ഞത്, ഈ പറഞ്ഞ കാര്യം നമുക്ക് നേടിയെടുക്കണം. എങ്ങനെയാണ് നേടിയെടുക്കുക? നമ്മൾ നമ്മുടെ ഇബാദത്തുകളുമായി, നമ്മുടെ ജീവിതവുമായി തട്ടിച്ചു നോക്കിയാൽ, നേരത്തെ പറഞ്ഞ മുൻഗാമികളുടെ വാക്കുകളൊന്ന് പരിശോധിച്ചു നോക്കൂ. ദുനിയാവിലൊരു സ്വർഗമുണ്ടെന്നും ആ സ്വർഗത്തിൽ പ്രവേശിക്കാൻ അവർക്ക് സാധിച്ചെന്നും അവർ രേഖപ്പെടുത്തി. നമുക്കിന്നേ വരെ അത് കിട്ടിയിട്ടുണ്ടോ എന്നത് നമ്മൾ പരിശോധിക്കണം. ഈമാൻ കൊണ്ട് നമുക്ക് ഹലാവത്ത് കിട്ടിയോ, അഥവാ മാധുര്യം കിട്ടിയോ? നമ്മുടെ ഈമാൻ കൊണ്ട് നമുക്ക് ആസ്വാദനം ലഭിച്ചോ? ദിക്റുകൾ കൊണ്ട് നമുക്ക് സമാധാനം ലഭിച്ചോ? നിസ്കാരം കൊണ്ട് നമുക്ക് കൺകുളിർമ ലഭിച്ചോ? ഞാനും നിങ്ങളുമാണ് വിലയിരുത്തേണ്ടത്. നമുക്കാണ് നമ്മെക്കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്നത് സൃഷ്ടികളുടെ കൂട്ടത്തിൽ. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, ഈ പറഞ്ഞ കാര്യങ്ങൾ നേടിയെടുക്കാൻ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് കിട്ടിയ മഹാന്മാരായ ഉലമാക്കൾ, പണ്ഡിതന്മാർ, ഇമാമിങ്ങൾ, അവർ രേഖപ്പെടുത്തിയ, അവർ ഉപദേശിച്ച ചില കാര്യങ്ങളാണ് എന്നോടെന്നതുപോലെ എനിക്ക് സഹോദരങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത്. അതിലൊന്നാമത്തെ കാര്യം, ഇബാദത്തുകൾ കൊണ്ട് നമുക്ക് ആസ്വാദനം ലഭിക്കാൻ, നമ്മുടെ ഇബാദത്ത് ആസ്വാദ്യകരമായി തീരാൻ ഒന്നാമത്തെ കാര്യം മഅരിഫത്തുല്ലാഹ്, അള്ളാഹുവിനെ കുറിച്ച് അറിയലാണ്. അള്ളാഹുവിനെ കുറിച്ച് നാം അറിഞ്ഞു മനസ്സിലാക്കലാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ, അവനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. ആ റബ്ബിനെ കുറിച്ച് നാം പഠിക്കണം. ആ റബ്ബ് ആരാണെന്ന് നാം തിരിച്ചറിയണം. അപ്പോഴാണ് നമ്മുടെ ഇബാദത്തുകൾക്ക് ആസ്വാദനം കണ്ടെത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോഴാണ് ഒരാൾ ഇഹ്സാനിന്റെ പദവിയിലെത്തുകയുള്ളൂ. ഏതാണ് ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. അല്ലാഹുവിനെ നീ നേരിട്ട് നിന്റെ മുന്നിൽ കാണുന്നത് പോലെ
നീ അവൻ ആരാധിക്കുക. ഇനി നിനക്ക് അങ്ങനെ സാധിക്കുന്നില്ല എങ്കിൽ അള്ളാഹു നിന്നെ കാണുന്നു എന്ന ചിന്തയോടുകൂടി നീ അള്ളാഹുവിനെ ആരാധിക്കുക. ഇതാണ് ഏറ്റവും മുന്തിയ ഉയർന്ന പദവി. ഇഹ്സാൻ എന്ന പദവി ഇതാണ്. ഇതിലേക്ക് ഒരാൾക്ക് എത്താൻ സാധിക്കുന്ന കാര്യമാണ് സഹോദരങ്ങളെ അള്ളാഹുവിനെ കുറിച്ച് അറിയുക എന്നുള്ളത്. അങ്ങനെ അറിഞ്ഞാൽ മാത്രമേ നമ്മൾ നിസ്കരിക്കുന്നു, നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ് നിസ്കരിക്കുന്നത്, ആരുടെ മുന്നിലാണ് ഞാൻ ഈ നിൽക്കുന്നത് എന്ന ചിന്ത നമുക്കുണ്ടാവുകയുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അഖ്റബു മാ യകൂനു അൽ അബ്ദു മിൻ റബ്ബിഹി വഹുവ സാജിദ്. ഒരടിമ തൻ്റെ റബ്ബുമായി ഏറ്റവും അടുത്തു നിൽക്കുക അവൻ സുജൂദിലായിരിക്കുമ്പോഴാണ്. ഫഅക്സിറു അദ്ദുആ, അതുകൊണ്ട് നിങ്ങൾ ദുആ വർദ്ധിപ്പിക്കുക സുജൂദിൽ. നമ്മൾ സുജൂദിലേക്ക് പോകുമ്പോൾ നമ്മുടെ റബ്ബുമായി നാം ഏറ്റവും അടുത്തു നിൽക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ 7 ആകാശങ്ങൾക്ക് മുകളിലാണ്, അവന്റെ അർശിന് മുകളിലാണ്. എന്നാൽ അള്ളാഹുവിന്റെ അറിവ് കൊണ്ടും കഴിവുകൊണ്ടും അള്ളാഹു സൃഷ്ടികളുടെ സമീപത്ത് തന്നെയുണ്ട്. അത് തന്നെ 2 രൂപത്തിലാണ്. എല്ലാ സൃഷ്ടികളുടെ കൂടെയും അള്ളാഹു അറിവ് കൊണ്ടും കഴിവുകൊണ്ടും ഉണ്ടാകും. എന്നാൽ മുഅ്മിനീങ്ങളോടൊപ്പം അള്ളാഹു പ്രത്യേകമായി ഉണ്ടാകും. അള്ളാഹുവിന്റെ മഅയ്യത്ത്, ഖാസായ മഅയ്യത്ത് എന്നാണ് അതിന് പറയുക. അള്ളാഹു റബ്ബുൽ ആലമീൻ സഹായിച്ചുകൊണ്ടും പിന്തുണ നൽകിക്കൊണ്ടും ദുആഇന് ഉത്തരം നൽകിക്കൊണ്ടും അങ്ങനെ പ്രത്യേകമായി അള്ളാഹു കൂടെ തന്നെ ഉണ്ടാകും മുഅ്മിനീങ്ങളുടെ, ഈ പറഞ്ഞ വിഭാഗം ആളുകളുടെ. നോക്കൂ, നിസ്കരിക്കുമ്പോൾ ഞാൻ ആരുടെ മുന്നിലാണ് ഈ സുജൂദ് ചെയ്യുന്നത് എന്ന ചിന്ത, അള്ളാഹുവിന്റെ അളമത്ത്, മഹത്വം അത് നമ്മുടെ മനസ്സിൽ ഉണ്ടായാൽ മാത്രമേ സഹോദരങ്ങളെ നമുക്ക് ആ നിസ്കാരം കൺകുളിർമയാവുകയുള്ളൂ. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നമ്മൾ കൈകെട്ടി നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അല്ലാഹു അക്ബർ ആയിരിക്കണം എൻ്റെ മനസ്സിൽ. അല്ലാഹു വലിയവനായിരിക്കണം, ഏറ്റവും വലിയവനായിരിക്കണം. എന്നാലേ ആ തക്ബീർ എൻ്റെ ജീവിതത്തിൽ സ്വാധീനമുണ്ടാക്കുകയുള്ളൂ. എന്നാലേ നമ്മുടെ മനസ്സിൽ, നമ്മുടെ ജീവിതത്തിൽ അതിന് സ്വാധീനമുണ്ടാവുകയുള്ളൂ. അപ്പോഴാണ് ആ നിസ്കാരം ഭംഗി ഉണ്ടാവുക. അപ്പോഴാണ് ആ നിസ്കാരത്തിൽ ഖുശൂഅ്, ഭയഭക്തി നിലനിർത്താൻ നമുക്ക് സാധിക്കുക. നിസ്കാരത്തിലെ ഓരോ റുക്കുനുകളിലേക്ക് നമ്മളിങ്ങനെ മാറി മാറി പോകുമ്പോൾ നമ്മളിങ്ങനെ ചൊല്ലുന്നു, ദിക്റുകൾ ഉരുവിടുന്നു, പ്രാർത്ഥനകൾ പറയുന്നു. അള്ളാഹുവിനോടുള്ള മുനാജാത്താണത്, രഹസ്യ സംഭാഷണമാണത്. ഒരടിമക്കും തൻ്റെ റബ്ബിനും ഇടയിലുള്ള രഹസ്യ സംഭാഷണത്തിലാണ് ഒരു അടിമ ഉള്ളത് നിസ്കാരത്തിൽ. അത് റബ്ബിനെ കുറിച്ച് അറിഞ്ഞാലല്ലാതെ നമുക്കത് ഓർമ്മ വരികയില്ല. അങ്ങനെ ഓർമ്മയുണ്ടായാൽ മാത്രമേ സഹോദരങ്ങളെ നമുക്കതുകൊണ്ട് ആസ്വാദനം കിട്ടുകയുള്ളൂ. നമ്മുടെ വിഷമങ്ങൾ, നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ കെട്ടിക്കുടുക്കുകൾ, നമ്മുടെ മനസ്സിന്റെ രോഗങ്ങൾ, ഇതൊക്കെ തീരുക ഈ രൂപത്തിൽ നമ്മുടെ നിസ്കാരം ഉണ്ടായാലാണ്. അതുപോലെ തന്നെ നിങ്ങൾ നോക്കൂ, രാത്രിയുടെ അന്ത്യയാമങ്ങളായി കഴിഞ്ഞാൽ മുൻഗാമികളിൽ ചിലർ പറഞ്ഞതുപോലെ അവർക്ക് അതിനേക്കാൾ ആസ്വാദ്യകരമായ മറ്റൊരു സമയവുമില്ലായിരുന്നു. അവർക്ക് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ തോന്നുമായിരുന്നു എന്ന് വരെ നമുക്ക് കാണാം. രാത്രിയുടെ അന്ത്യയാമങ്ങൾ എല്ലാവരും ഉറക്കിലായിരിക്കുമ്പോൾ എഴുന്നേറ്റുകൊണ്ട് റബ്ബിനെ ഓർക്കാനും അവനെ ദിക്ർ ചെയ്യാനും അവന് വേണ്ടി നിസ്കരിക്കാനും അവനോട് ദുആ ചെയ്യാനും ഒക്കെ സാധിക്കുന്ന ആ സമയം അള്ളാഹുവിനെ കുറിച്ച് അറിഞ്ഞാൽ മാത്രമേ ഒരു അടിമക്ക് അതിന് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഖ്റബു മാ യകൂനു റബ്ബു മിനൽ അബ്ദി ഫീ ജൗഫിൽ ലൈലിൽ ആഖിർ. അല്ലാഹു റബ്ബുൽ ആലമീൻ അല്ലാഹു റബ്ബുൽ ആലമീൻ തൻ്റെ അടിമകളുമായി ഏറ്റവും അടുത്തു നിൽക്കുന്ന സന്ദർഭം രാത്രിയുടെ അന്ത്യയാമങ്ങളിലാണ്. അഥവാ നമുക്കറിയാം, രാത്രി 3 വീതിച്ചാൽ അതിൽ അവസാനത്തെ 1 ബാക്കി നിൽക്കെ
അള്ളാഹു ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരും. എന്നിട്ട് പറയും, മയ്യദ്ഊനി ഫഅസ്തജീബ ലഹു, ആരുണ്ട് എന്നോട് ദുആ ചെയ്യാൻ ഞാൻ അവന് ഉത്തരം നൽകാം. മയ്യസ്തഗ്ഫിറുനി മയ്യസ്അലുനി ഫഉഅതിയഹു, ആരുണ്ട് എന്നോട് ചോദിക്കാൻ ഞാൻ അവന് നൽകാം. മയ്യസ്തഗ്ഫിറുനി, ആരുണ്ട് എന്നോട് പാപമോചനം തേടാൻ ഫഅഗ്ഫിറ ലഹു, ഞാൻ അവന് പുറത്തു കൊടുക്കാം. ഈ സന്ദർഭത്തിൽ ഒരടിമയുമായി റബ്ബ് ഏറ്റവും അടുത്ത് നിൽക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫൈൻ ഇസ്തതഅത അൻ തകൂന മിമ്മൻ യദ്കുറുല്ലാഹ ഫീ തിൽക അസ്സാഅതി ഫകുൻ, നിനക്ക് സാധിക്കുമെങ്കിൽ ആ സമയത്ത് അള്ളാഹുവിനെ ഓർക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നീ ശ്രമിക്കുക. ഇതൊക്കെ സഹോദരങ്ങളെ, ഒരടിമ തൻ്റെ റബ്ബിനെ തിരിച്ചറിഞ്ഞാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് മുൻഗാമികളിൽ ചിലർ പറഞ്ഞത്, മസാകീനു അഹ്ലി ദുനിയ ഖറജു മിന ദുനിയ വമാ ദാഖു അത്യബ മാ ഫീഹ. ദുനിയാവിൻ്റെ ആളുകൾ, ദുനിയാവിൻ്റെ ആളുകളായ സാധുക്കൾ, അവർ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞുപോയി. പക്ഷെ ദുനിയാവിലെ ഏറ്റവും വിശിഷ്ടമായത് നുകരാൻ, ആസ്വദിക്കാൻ അവർക്ക് സാധിച്ചില്ല. ഒരുപാട് ആളുകൾ ദുനിയാവിൽ നിന്ന്, ദുനിയാവിലെ ജീവിതം കഴിഞ്ഞ് മടങ്ങിപ്പോയിട്ടുണ്ട്, മരിച്ചുപോയിട്ടുണ്ട്. പക്ഷെ ദുനിയാവിലെ ഏറ്റവും വിശിഷ്ടമായത് അവർക്ക് കിട്ടിയില്ല. എന്താണത് എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു, മഹബ്ബത്തുല്ലാഹ്, മഅരിഫത്തുല്ലാഹ് വമഹബ്ബതുഹു വൽഉൻസു ബിഹി വശൗഖു ഇലാ ലിഖാഇഹി വൽഇഖ്ബാലു അലൈഹി വൽഇഅറാദു അമ്മാ സിവാഹു. ദുനിയാവിൽ ഏറ്റവും വിശിഷ്ടമായ കാര്യമെന്നാൽ മഅരിഫത്തുല്ലാഹ്, ഒന്നാമത്തെ കാര്യം അള്ളാഹുവിനെ അറിയലാണ്. ദുനിയാവിനെ കുറിച്ച് മുഴുവൻ പഠിച്ചു, ദുനിയാവിലെ എല്ലാ വിജ്ഞാനങ്ങളും പഠിച്ചു, സൃഷ്ടികളെ കുറിച്ച് മുഴുവൻ പഠിച്ചു, എല്ലാ കാര്യങ്ങളും പഠിച്ചു. പക്ഷെ അതിനൊക്കെ സൃഷ്ടിച്ച് സംവിധാനിച്ച് നിയന്ത്രിക്കുന്ന അള്ളാഹുവിനെ കുറിച്ച് ഒരുവൻ പഠിച്ചില്ല എങ്കിൽ ദുനിയാവിലെ ഏറ്റവും വിശിഷ്ടമായത് അവന് നഷ്ടപ്പെട്ടിരിക്കും. എത്ര തന്നെ വിജ്ഞാനം ഉണ്ടായാലും, എത്ര തന്നെ ഡിഗ്രികൾ ഉണ്ടായാലും, സർട്ടിഫിക്കറ്റുകൾ ഉണ്ടായാലും ഈ പറഞ്ഞതിനോളം അത് വരികയില്ല. കാരണം അതൊക്കെ ദുനിയാവിൽ തീർന്നു. പക്ഷെ മഅരിഫത്തുല്ലാഹ്, അള്ളാഹുവിനെ അറിയുക എന്ന കാര്യം അത് അവസാനിക്കുന്നില്ല. അത് പരലോകത്തേക്കുള്ള അവന്റെ ഏറ്റവും വലിയ വിഭവമാണത്. അതുപോലെ വമഹബ്ബതുഹു, അള്ളാഹുവിനോടുള്ള പ്രിയം, ഇഷ്ടം, ദുനിയാവിലെ ഏറ്റവും വിശിഷ്ടമായ കാര്യമാണത്. വൽ ഉൻസു ബിഹി, അള്ളാഹുവിനെ കൊണ്ട് അടുപ്പം ലഭിക്കുക, മനസ്സിന് ഒരു കൂട്ട് ലഭിക്കുക എന്നത്, ഏത് ഒറ്റപ്പെടലിലും റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മയിൽ അള്ളാഹു കൂടെയുണ്ട് എന്ന ആ ഒരു ചിന്ത ദുനിയാവിലെ വിശിഷ്ടമായ കാര്യമാണ്. ഇതിനൊക്കെ അപ്പുറത്തേക്ക് വശൗഖു ഇലാ ലിഖാഇഹി, ദുനിയാവിൽ ഏതൊരു റബ്ബിനെ കാണാതെയാണോ ഇബാദത്ത് ചെയ്തത്, ഏതൊരു റബ്ബിന് വേണ്ടിയാണോ അവനെ ഒരു നോക്കുപോലും കാണാതെ ഇബാദത്തുകൾ നിർവഹിച്ചത്, സുജൂദ് ചെയ്തത്, ദിക്ർ ചെയ്തത്, ആ റബ്ബിനെ പരലോകത്ത് കൺകുളിർമെ കാണാനുള്ള ആഗ്രഹം, അത് ദുനിയാവിൽ ഏറ്റവും വിശിഷ്ടമായ കാര്യമാണ്. പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞതുപോലെ സ്വർഗത്തിൽ പ്രവേശിക്കണം എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം. എല്ലാവരുടെയും ആഗ്രഹം അതാണ്. എന്നാൽ മുന്തിയ പദവിയിലുള്ള ആളുകൾ, അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ, അവർ സ്വർഗത്തിലെ മറ്റു സുഖങ്ങളെക്കാൾ പ്രതീക്ഷിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുക അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്നതായിരിക്കും. അതുകൊണ്ടാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ സ്വർഗത്തെക്കുറിച്ച് ധാരാളം പറഞ്ഞിട്ടുണ്ട്. സ്വർഗത്തിലുള്ള സുഖങ്ങൾ, സുഖാനുഭൂതികൾ, അവിടെയുള്ള താമസ സൗകര്യം, ഭക്ഷണപാനീയങ്ങൾ, ഇണകൾ, ഒരുപാട് കാര്യങ്ങൾ. പക്ഷെ അള്ളാഹുവിനെ കാണുമെന്നത്, അള്ളാഹുവിനെ
അതും ഗോപ്യമായിട്ടാണ് അള്ളാഹു പറഞ്ഞത്. പ്രത്യക്ഷമായി പറഞ്ഞ സന്ദർഭങ്ങൾ കുറവാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും മുന്തിയ ചിന്തയാണിത്. അള്ളാഹുവിനെ കാണുക എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ശരിയാണ്, സ്വർഗത്തിന് പ്രത്യേകതയുണ്ട്, സ്വർഗം അതാണ് നമ്മുടെ ലക്ഷ്യം. പക്ഷെ ആ സ്വർഗത്തിലെ ഏറ്റവും വിശിഷ്ടമായതിലേക്കാണ് നമ്മുടെ ചിന്തയുണ്ടാവേണ്ടത്. ഏറ്റവും മുന്തിയതിലേക്കാണ്. എങ്ങനെയെങ്കിലും അതിൻ്റെ ഒരു മൂലയിൽ പറ്റിയാൽ മതി എന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. മറിച്ച് സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ പദവി. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഫിർദൗസിന് ചോദിക്കുക. ഫിർദൗസ് എന്ന സ്വർഗം അത് ഏറ്റവും മുകളിലാണ്. ഏറ്റവും ഉന്നതമായ കാര്യത്തിന് വേണ്ടിയാണ് നമ്മൾ ചോദിക്കേണ്ടത്. സഹോദരങ്ങളെ നോക്കൂ, വൽ ഇഖ്ബാലു അലൈഹി, അതുപോലെ അള്ളാഹുവിലേക്ക് മുന്നിടുക, അവനിലേക്ക് മുന്നിട്ട് ചെല്ലുക, ഇത് ദുനിയാവിലെ വിശിഷ്ടമായ കാര്യമാണ്. അതുപോലെ അള്ളാഹു അല്ലാത്ത ആരാധിക്കപ്പെടുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിൽ നിന്നെല്ലാം തിരിഞ്ഞുകളഞ്ഞുകൊണ്ട് റബ്ബിലേക്ക് മാത്രം തിരിയുക, ഇതൊക്കെയാണ് ദുനിയാവിലെ വിശിഷ്ടമായ കാര്യങ്ങൾ. ഇതൊന്നും കിട്ടാതെയാണ് പല ആളുകളും ദുനിയാവിൽ നിന്ന് മരിച്ചുപോയത്. മസാകീനു അഹ്ലി ദുന്യ എന്നാണ് മുൻഗാമികൾ അവരെ കുറിച്ച് പറഞ്ഞത്. ദുനിയാവിലെ സാധുക്കൾ ഒരുപാട് കാലം ജീവിച്ചു, ഒന്നും കിട്ടിയില്ല, ഏറ്റവും വലുത് കിട്ടിയില്ല. കിട്ടിയ ദുനിയാവാകട്ടെ അതവിടെ വെച്ചിട്ടാണ് പോയത്. അതിൽ നിന്നൊരു തരിമ്പ് പോലും കൊണ്ടുപോവാൻ അവർക്ക് സാധിച്ചുമില്ല. അവരെക്കാൾ വലിയ സാധുക്കൾ ആരാണുള്ളത്? അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒന്നാമത്തെ കാര്യം അള്ളാഹുവിനെ കുറിച്ച് അറിയുക എന്നതാണ്, റബ്ബിനെ കുറിച്ച് അറിയുക. രണ്ടാമത്തെ കാര്യം ആ റബ്ബിനെ എങ്ങനെ അറിയുക എന്ന കാര്യമാണ്. അസ്മാ വ സിഫാത്തുകളിലൂടെയാണ് അള്ളാഹുവിനെ ഒരാൾ അറിയേണ്ടത്. അള്ളാഹുവിനെ കുറിച്ച് അറിയാനുള്ള നമുക്ക് ഏക മാർഗം അത് ഖുർആനും സുന്നത്തുമാണ്. ഖുർആനിലൂടെയും സുന്നത്തിലൂടെയും അള്ളാഹു സുബ്ഹാനഹു വ തആല, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞോ അതങ്ങനെ തന്നെ സ്വീകരിച്ചാൽ, വിശ്വസിച്ചാൽ അള്ളാഹുവിനെ അറിയാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ടാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത്, മൻ അറഫ അല്ലാഹ ബി അസ്മാഇഹി വ സിഫാതിഹി വ അഫ്ആലിഹി അഹബ്ബഹു ലാ മഹാല. ആരാണോ അള്ളാഹുവിനെ അവൻ്റെ നാമങ്ങളിലൂടെ, വിശേഷണങ്ങളിലൂടെ, അള്ളാഹുവിൻ്റെ പ്രവൃത്തികളിലൂടെ അറിയുന്നത്, അവൻ അള്ളാഹുവിനെ ഇഷ്ടപ്പെടും, അള്ളാഹുവിനെ സ്നേഹിക്കും, യാതൊരു സംശയവുമില്ല. അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങൾ പഠിക്കണം. അള്ളാഹുവിന് ഒരുപാട് നാമങ്ങളുണ്ട്, 99 നാമങ്ങളുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നമുക്ക് കാണാം. അഥവാ ഖുർആനിലും സുന്നത്തിലുമായി അള്ളാഹു നമുക്ക് അറിയിച്ചു തന്ന നാമങ്ങൾ. അതല്ലാത്ത 99-ലധികം നാമങ്ങളും അള്ളാഹുവിനുണ്ട്. നമുക്ക് അറിയിച്ചു തരാത്ത നാമങ്ങളും അള്ളാഹുവിനുണ്ട് എന്ന് ചില ഹദീസുകൾ കൊണ്ട് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. ആ നാമങ്ങളിലൂടെയാണ് സഹോദരങ്ങളെ നമ്മൾ അള്ളാഹുവിനെ അറിയേണ്ടത്. അങ്ങനെ അള്ളാഹുവിനെ അറിഞ്ഞു മനസ്സിലാക്കിയാൽ നമുക്ക് ഇബാദത്തിൽ ആസ്വാദനം ലഭിക്കും. അള്ളാഹു എന്നെ നിരീക്ഷിക്കുന്നു, അള്ളാഹു എന്നെ കുറിച്ച് അറിയുന്നു, അള്ളാഹു ഞാൻ പറയുന്നത് കേൾക്കുന്നു, അള്ളാഹു എനിക്ക് ഉത്തരം നൽകുന്നു, അള്ളാഹു എന്നോട് കരുണയുള്ളവനാണ്, അള്ളാഹു എന്നെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന, എന്നോട് ദയയുള്ളവനാണ്, എൻ്റെ പാപങ്ങൾ പൊറുക്കുന്നവനാണ്. ഇങ്ങനെയുള്ള ധാരാളം നാമങ്ങൾ നമുക്ക് കാണാം. അതിലൂടെയാണ് നമുക്ക് അള്ളാഹുവിനെ കുറിച്ച് അറിയാനുള്ളത്. മൂന്നാമത്തെ കാര്യം സഹോദരങ്ങളെ, നമ്മുടെ ഇബാദത്തുകൾ നമുക്ക് ആസ്വാദ്യകരമായി കിട്ടണമെങ്കിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യം മഹബ്ബത്തുല്ലാഹി വ മഹബ്ബത്തു റസൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിനെ കുറിച്ചുള്ള, അള്ളാഹുവിനോടുള്ള സ്നേഹം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം, ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം, നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. എങ്കിൽ നമ്മുടെ ഇബാദത്തുകൾ നമുക്ക് ആസ്വാദനം നൽകും. കാരണം നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഇബാദത്ത് ചെയ്യുന്നത്? റബ്ബിന് വേണ്ടിയിട്ടാണ്.
ആ റബ്ബിനോടുള്ള മഹബ്ബത്ത് എന്നത് ഇബാദത്തിൽ അടങ്ങിയിട്ടുള്ള അർക്കാനുകളിൽ പ്രധാനമായ ഒന്നാണ്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതുപോലെ ഹൃദയത്തിന്റെ ഇബാദത്തുകളുമായി ബന്ധപ്പെട്ട അർക്കാനുകൾ 3 എണ്ണമാണ്. അൽ മഹബ്ബത്തു വൽ ഖൗഫു വർ റജാഉ, സ്നേഹവും ഭയവും പ്രതീക്ഷയും. അൽ മഹബ്ബത്ത് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷിയുടെ ഉദാഹരണം എടുത്താൽ അതിൻ്റെ ശിരസിനോട്, അതിൻ്റെ തലയോടാണ് അതിന് സാദൃശ്യം. തലയുണ്ടെങ്കിലേ ആ പക്ഷിക്ക് ജീവനുള്ളൂ. അൽ ഖൗഫ് വർ റജാ എന്നത് പക്ഷിയുടെ 2 ചിറകുകൾ പോലെയാണ്, ഒരുപോലെ ആയിരിക്കണം. ഖൗഫ് വർദ്ധിക്കാൻ പാടില്ല, റജാവും വർദ്ധിക്കാൻ പാടില്ല. ഇത് രണ്ടും ഒരുപോലെ ആയിരിക്കണം. ഇങ്ങനെ ഒരു ശിരസും 2 ചിറകുകളും കൃത്യമായി ഉള്ള ഒരു പക്ഷിക്ക് നന്നായി പറക്കാൻ സാധിക്കുകയുള്ളൂ. ഇതൊരു മനോഹരമായ ഉദാഹരണമാണെന്ന് നോക്കൂ. അള്ളാഹുവിനുള്ള ഇബാദത്തുകളിൽ സഹോദരങ്ങളെ, അള്ളാഹുവിനോടുള്ള മഹബ്ബത്ത് അത് നമ്മുടെ തല പോലെയാണ്, നമ്മുടെ ശിരസ് പോലെയാണ്. അതുണ്ടെങ്കിലേ ജീവൻ ഉണ്ടാവുള്ളൂ, അതുണ്ടെങ്കിലേ കാര്യമുള്ളൂ. അതുപോലെ തന്നെ ഖൗഫും റജാവും 2 ചിറകുകൾ പോലെയാണ്. ആ മഹബ്ബത്ത് നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം, അത് നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കണം എന്നതാണ്. അള്ളാഹുവിനോടുള്ള മഹബ്ബത്ത് ഉണ്ടായാലേ ഇബാദത്തുകളിലേക്ക് വിളിക്കപ്പെടുമ്പോൾ നമുക്ക് വരാൻ സാധിക്കുകയുള്ളൂ. എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ തൗഹീദ് കേട്ടപ്പോൾ അത് സ്വീകരിക്കാൻ നമ്മുടെ മനസ്സ് വെമ്പൽ കൊണ്ടത്? എന്തുകൊണ്ടാണ്? അള്ളാഹു അതിൽ നമ്മെ ഉറപ്പിച്ചു നിർത്തുമാറാവട്ടെ. റബ്ബിനോടുള്ള മഹബ്ബത്താണത്, അള്ളാഹുവിനോടുള്ള സ്നേഹമാണത്. നിസ്കാരത്തിലേക്ക് വിളിക്കപ്പെടുമ്പോൾ മസ്ജിദുകളിലേക്ക് വരുന്നത് എന്തുകൊണ്ടാണ്? അള്ളാഹുവിനോടുള്ള മഹബ്ബത്ത് കൊണ്ടാണ്. സൽക്കർമ്മങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ അത് പ്രവർത്തിക്കാനുള്ള ഒരു മാനസികാവസ്ഥ നമുക്ക് ലഭിക്കുന്നത് അള്ളാഹുവിനോടുള്ള മഹബ്ബത്ത് കൊണ്ടാണ്. അതുണ്ടെങ്കിൽ നമുക്കത് സാധിക്കുകയുള്ളൂ. അള്ളാഹുവിനോടുള്ള സ്നേഹം കൊണ്ട് നമ്മുടെ ഹൃദയം നിറഞ്ഞിരിക്കണം. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മഹബ്ബത്ത് അത് കേവലം വാക്കുകളിലല്ല, വർഷത്തിൽ ഒരിക്കലല്ല, മറിച്ച് ജീവിതത്തിൽ ഉടനീളമാണ് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം. എങ്ങനെയാണ് അവിടുത്തോടുള്ള സ്നേഹം? അവിടുത്തെ പിൻപറ്റിക്കൊണ്ടാണ്. അത് വരാനുണ്ട്. ഇങ്ങനെ അള്ളാഹുവിനോടും അവൻ്റെ റസൂലിനോടും സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ള സ്നേഹം നമ്മുടെ മനസ്സിൽ അത് നിറഞ്ഞാൽ നമ്മുടെ ഇബാദത്തുകൾ നമുക്ക് ആസ്വാദ്യകരമായി തീരും. 4ാമത്തെ കാര്യം സഹോദരങ്ങളെ, അൽ ഇഖ്ലാസ്. ഇഖ്ലാസാണ്. നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ ഇബാദത്തുകൾ അത് നിഷ്കളങ്കമായിരിക്കണം, കറകളഞ്ഞ ഇബാദത്തായിരിക്കണം. അതാണ് അള്ളാഹു നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത്. അൽ ഇഖ്ലാസു റൂഹുൽ ഇബാദ എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. ഇഖ്ലാസ് എന്നത് ഇബാദത്തിന്റെ ആത്മാവാണ്. ആത്മാവ് പോയാൽ പിന്നെ ഇബാദത്തില്ല. അള്ളാഹു പറഞ്ഞു, വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. ഇഖ്ലാസോടുകൂടി ഇബാദത്തുകൾ അള്ളാഹുവിന് മാത്രം നിഷ്കളങ്കമാക്കി ചെയ്യാൻ വേണ്ടിയല്ലാതെ അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. നമ്മൾ കൽപ്പിക്കപ്പെട്ടത് നമ്മുടെ ഇബാദത്തുകൾ നിഷ്കളങ്കമായി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കറകളഞ്ഞ നിയത്തോടുകൂടിയുള്ള ഇബാദത്ത് സഹോദരങ്ങളെ, നമ്മുടെ ഇബാദത്ത് നമുക്ക് ആസ്വാദനമായി തീരും. അല്ലാതെ നമ്മൾ എത്ര ചെയ്തിട്ടും കാര്യമില്ല, നമ്മുടെ തൊണ്ടയിലേക്ക് ഇറങ്ങുകയില്ല, നമുക്ക് ആസ്വാദനം കിട്ടുകയില്ല. നമ്മുടെ നിയത്ത് ഫസാദായി പോയാൽ അങ്ങനെയുള്ള ഇബാദത്തുകൾ മാത്രമേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കൂ, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ ഇജ്അൽ അമലി കുല്ലഹു സാലിഹ വലിവജ്ഹിക ഖാലിസ വലാ തജ്അൽ ലിഅഹദിൻ ഫീഹി ഷൈഅ. അല്ലാഹുവേ, എൻ്റെ കർമ്മങ്ങളെല്ലാം നീ നന്നാക്കി തരണേ, നിനക്ക് മാത്രമുള്ളതാക്കി തരണേ, വേറെ ഒരാൾക്കും അതിൽ നിന്ന് ഒന്നും നീ നിശ്ചയിക്കരുതേ.
ഒരാൾക്കും ഇല്ലാത്ത രൂപത്തിൽ കറകളഞ്ഞ ഇഖ്ലാസോടുകൂടി സൽക്കർമ്മങ്ങൾ അല്ലാഹുവെ നിന്റെ വജുഹ് ഉദ്ദേശിച്ച് ചെയ്യാൻ നീ തൗഫീഖ് നൽകണേ എന്നാണ് ആ ചോദ്യം. സഹാബിയാണ് ഈ ചോദിക്കുന്നത്, ഉമർ റളിയല്ലാഹു അൻഹു ആണ് ഈ ചോദിക്കുന്നത്. നമ്മൾ എത്ര ചോദിക്കേണ്ടതുണ്ട്. പണ്ഡിതന്മാർ മുൻഗാമികളിൽ ചിലർ പറഞ്ഞതുപോലെ ഇഖ്ലാസിനെ ചികിത്സിച്ചതുപോലെ, നിയ്യത്തിനെ ചികിത്സിച്ചതുപോലെ ഞാൻ മറ്റൊന്നിനെയും ചികിത്സിച്ചിട്ടില്ല. കാരണം നമ്മുടെ ഇഖ്ലാസ് അത് തകർക്കാൻ ഒന്നല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ നമ്മുടെ മനസ്സിലേക്ക് പല ചിന്തകളും കടന്നു വരും. റിയാ കടന്നു വരും. ചെയ്യുമ്പോൾ തന്നെ ആളുകളെ കാണിക്കാനുള്ള ഒരു ചിന്ത ഒരുപക്ഷെ കടന്നു വരും. ഇനി അപ്പോൾ തോന്നിയില്ലെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ ആളുകൾ പുകഴ്ത്തി പറയട്ടെ, പ്രശംസിക്കട്ടെ എന്നൊരു ചിന്ത കടന്നു വന്നേക്കാം. അത് സഹോദരങ്ങളെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് നാലാമത് പറഞ്ഞ ഈ കാര്യം വിശാലമായ വിഷയമാണിത്. ഇഖ്ലാസ് ഉള്ള പ്രവർത്തനമാക്കാൻ നമ്മൾ അഹോരാത്രം പരിശ്രമിക്കണം. അപ്പോഴാണ് ഒരു ചെയ്തു എന്നൊരു ആസ്വാദനം നമ്മുടെ മനസ്സിലുണ്ടാവുകയുള്ളൂ. അഞ്ചാമത്തെ കാര്യം ഇത്തിബാഉർ റസൂൽ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റലാണ്. നേരത്തെ പറഞ്ഞ ഇഖ്ലാസും ഈ പറഞ്ഞ ഇത്തിബാഉമാണ് സഹോദരങ്ങളെ നമ്മുടെ ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടാനുള്ള രണ്ട് ഷർത്തുകൾ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന സാക്ഷ്യം വഹിച്ച നമ്മെ സംബന്ധിച്ചിടത്തോളം ഇഖ്ലാസ് അത് നമുക്ക് മനസ്സിലായി, അള്ളാഹുവിന് വേണ്ടി മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ. രണ്ടാമത്തെ ഷഹാദത്തിന്റെ വാക്കിന്റെ അർത്ഥം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത, കാണിക്കാത്ത, അവിടുത്തെ ചര്യയിലില്ലാത്ത ഒരു ഇബാദത്തും നമുക്ക് ചെയ്യാൻ പാടില്ല. നല്ലതല്ലേ, നോമ്പല്ലേ, ദിക്റല്ലേ, സ്വലാത്തല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഈ ദീനിലേക്ക് പുതുതായി ഒന്നും കടത്തിക്കൂട്ടാൻ നമുക്ക് പാടില്ല. അതിൻ്റെ അടിവേരുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറുത്തു കളഞ്ഞിരിക്കുന്നു. മൻ അഹ്ദഥ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. ഈ ദീനിൽ ഇല്ലാത്ത പുതുതായി വല്ലതും ആരെങ്കിലും ഉണ്ടാക്കിയാൽ അത് തള്ളപ്പെടേണ്ടതാണ്. പുതുതായി ഉണ്ടാക്കാൻ പാടില്ല. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. നമ്മുടെ ഈ കൽപ്പനയിൽ, നമ്മുടെ ഈ കാര്യത്തിൽ ഇല്ലാത്തത് ആരെങ്കിലും പ്രവർത്തിച്ചാൽ അത് തള്ളപ്പെടേണ്ടതാണ്. ആരെങ്കിലും ഉണ്ടാക്കി വെച്ചു, നമ്മൾ ചെയ്യൽ മാത്രമാണ് പാടില്ല. ഉണ്ടാക്കാനും പാടില്ല, പ്രവർത്തിക്കാനും പാടില്ല. അതാണ് ബിദ്അത്ത് എന്ന് പറയുക. ഇഖ്ലാസിന് നേർ വിരുദ്ധമാണ് ഷിർക്ക്. ചെറുതും വലുതുമായ എല്ലാ ഷിർക്കിൽ നിന്നും നമ്മൾ മുക്തമായിരിക്കണം. അതേപോലെ തന്നെയാണ് ഇത്തിബാഇന് വിരുദ്ധമായ എതിരായ കാര്യമാണ് ബിദ്അത്ത്, പുത്തനാശയം, പുത്തനാചാരങ്ങൾ. വിശ്വാസത്തിലും കർമ്മത്തിലും ആചാരത്തിലും ഒക്കെ കടന്നു വരും. അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണം. സുന്നത്തിനനുസരിച്ച് പ്രവർത്തിക്കണം. അപ്പോഴാണ് സഹോദരങ്ങളെ നമ്മുടെ ഇബാദത്തിന് നമുക്ക് ആസ്വാദനം ലഭിക്കുക. നമ്മൾ ഓരോ ഇബാദത്ത് ചെയ്യുമ്പോഴും ഇതെന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതാണ്, അവിടുന്ന് കാണിച്ചതാണ്. നിസ്കരിക്കുന്നു, സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നിസ്കരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചതുപോലെ നിസ്കരിക്കാൻ ശ്രമിച്ചാൽ മനോഹരമായ നിസ്കാരമായിരിക്കും. അപ്പോഴാണ് നമുക്ക് നിസ്കരിച്ചു എന്ന് തോന്നുക. ആ നിസ്കാരത്തിന് ആസ്വാദനമുണ്ടാകും, ആ നിസ്കാരത്തിന് കൺകുളിർമയുണ്ടാകും, ആ നിസ്കാരത്തിലൂടെ നമുക്ക് സമാധാനം ലഭിക്കും. നോമ്പെടുക്കുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെയുള്ള നോമ്പായിരിക്കണം. വയറിന് പട്ടിണിയാണ്, അതുപോലെ തന്നെ ശരീരത്തിലെ മറ്റുള്ള അവയവങ്ങൾക്കും പട്ടിണിയായിരിക്കണം. ലിംസാഖ് പിടിച്ചു വെക്കുക എന്നാണ് സൗം എന്ന വാക്കിന്റെ അർത്ഥം. നോമ്പ് മുറിയുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും നമ്മുടെ ശരീരത്തെ, നമ്മുടെ മനസ്സിനെ നാം പിടിച്ചു വെക്കും. അതേപോലെ തന്നെ നോമ്പിന്റെ പ്രതിഫലത്തെ കുറച്ചു കളയുന്ന കാര്യങ്ങളിൽ നിന്നും നാം നമ്മുടെ ശരീരത്തെ, മനസ്സിനെ പിടിച്ചു നിർത്തണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നോമ്പാകുമ്പോൾ ആ നോമ്പിന് ആസ്വാദനമുണ്ടാകും.
ആ നോമ്പ് തുറക്കുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ലിസാഇമി ഫർഹതാൻ, നോമ്പുകാർക്ക് 2 സന്തോഷമുണ്ട് എന്ന് പറഞ്ഞ ഒരു സന്തോഷം അപ്പോൾ കിട്ടുകയുള്ളൂ. നോമ്പ് തുറക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഇഖ്ലാസോടുകൂടിയുള്ള നോമ്പാവുമ്പോഴാണ് അത് മുറിക്കുമ്പോൾ തുറക്കുമ്പോൾ ആസ്വാദനം ലഭിക്കുക. ഇങ്ങനെ ഏതും സൽക്കർമ്മങ്ങൾ ഏതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ചെയ്യുമ്പോൾ സഹോദരങ്ങളെ അതിൽ ആസ്വാദനം ഉണ്ടാകും. 6ാമത്തെ കാര്യം, ഇബാദത്തുകൾ ചെയ്യുമ്പോൾ മനസാന്നിധ്യത്തോടുകൂടി ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കണം. ഹുദൂറുൽ ഖൽബ് എന്ന് പറയും. ഹൃദയം ആ ഇബാദത്തിന്റെ കൂടെ ഉണ്ടായിരിക്കണം. മുനാഫിക്കുകളെ അള്ളാഹു ആക്ഷേപിച്ച കാര്യമാണ് ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹ വഹുവ ഖാദിഉഹും. തീർച്ചയായും മുനാഫിക്കുകൾ അവർ അള്ളാഹുവിനെ വഞ്ചിക്കാൻ ശ്രമിക്കുകയാണ്. യഥാർത്ഥത്തിൽ അവർ സ്വയം വഞ്ചിതരാവുകയാണ് ചെയ്യുന്നത്. വഇദാ ഖാമു ഇല സ്വലാത്തി ഖാമു കുസാല. അവർ നിസ്കാരത്തിന് വേണ്ടി വന്നു നിന്നാൽ അലസന്മാരായിക്കൊണ്ട് മടിയന്മാരായിക്കൊണ്ടാണ് വന്നു നിൽക്കുക. യുറാഊന നാസ്, അവർ ജനങ്ങളെ കാണിക്കുവാൻ നമ്മളിപ്പോൾ നിസ്കാരത്തിന് വന്നിട്ടില്ലെങ്കിൽ ആളുകൾ എന്ത് വിചാരിക്കും എന്ന ചിന്തയിലായിരിക്കും വന്ന് നിൽക്കുക. വലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീല, അള്ളാഹുവിനെ അവർ കുറച്ചു മാത്രമല്ലാതെ ഓർക്കുകയില്ല. ഇത് മുനാഫിക്കുകളുടെ അടയാളമാണ്, മനസാന്നിധ്യമില്ലാതെ പ്രവർത്തിക്കുക എന്നുള്ളത്. അത് സഹോദരങ്ങളെ ഒരു മുഅ്മിനിന് ഒരിക്കലും യോജിച്ചതല്ല. നമ്മുടെ ഇബാദത്തുകൾക്ക് ആസ്വാദനം കിട്ടാതിരിക്കാൻ വലിയൊരു കാരണമാണത്. നമ്മളും ഇബാദത്തുമായി ഒരു ബന്ധവും ഇല്ലാതിരിക്കുക എന്നത്. നിസ്കാരം തന്നെ എടുത്താൽ അള്ളാഹു ഈ പറഞ്ഞ ഉദാഹരണം എത്ര മനോഹരമാണ്. നിസ്കാരം എന്നത് പലപ്പോഴും നമുക്കൊരു യാന്ത്രികമായി പോവാറുണ്ട്. അള്ളാഹു പറഞ്ഞ് കയ്യെട്ടി ഓർമ്മ ഉണ്ടാവും, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അപ്പോഴാണ് നമുക്ക് നിസ്കാരത്തിലായിരുന്നു. ഇങ്ങനെ ചലിക്കുകയാണ് റുക്കൂ സുജൂദ്, ഇങ്ങനെ നമ്മളിങ്ങനെ പോകും. ളുഹ്റാണെങ്കിൽ അതെന്തായാലും 4 പോവുള്ളൂ, അസ്റാണെങ്കിൽ 4, മഗ്രിബാണെങ്കിൽ 3. ഇതിങ്ങനെ ചലിക്കും. യാന്ത്രികമായി നമ്മുടെ അവയവങ്ങൾ ഇങ്ങനെ ചലിക്കും. പക്ഷെ നമ്മുടെ മനസ്സ് കൂടെ ഉണ്ടാവാറില്ല. കൈകെട്ടി ഉടനെ ചിന്ത വരും, കണക്ക്, കച്ചവടം, പറഞ്ഞത്, പറയാനുള്ളത്, ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവും. നമ്മുടെ മനസാന്നിധ്യം കുറഞ്ഞു പോയാൽ സലാം കുട്ടി കഴിയുമ്പോൾ പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല. നേരെ മറിച്ച് സഹോദരങ്ങളെ, മനസാന്നിധ്യത്തോടുകൂടി നമ്മൾ നിസ്കരിച്ചാൽ നിസ്കാരം കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ റാഹത്തുണ്ടാവും. നിസ്കാരം കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ ഒരു സമാധാനം ഉണ്ടാവും. അത് ആസ്വദിച്ചാൽ കിട്ടുകയുള്ളൂ. നേരത്തെ പറഞ്ഞില്ലേ, മുൻഗാമികൾ ചിലർ പറഞ്ഞത് എത്ര സത്യമാണ്. അവർക്ക് ചില സമയങ്ങൾ കഴിഞ്ഞു പോവാറുണ്ട് എന്നാണ്, സ്വർഗത്തിലാണെന്ന് അവർക്ക് തോന്നിപ്പോകും. അതാണ് സഹോദരങ്ങളെ രാത്രി നിസ്കാരങ്ങൾ, രാത്രിയിലെ ഇബാദത്തുകൾ. രാത്രി നിസ്കരിക്കുമ്പോൾ, ഖുർആൻ പാരായണം കേൾക്കുമ്പോൾ, അതുകൊണ്ടാണ് ആ നിസ്കാരത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകത പറഞ്ഞത്. റമദാനിൽ ഈമാനോടെ ഇഹ്തിസാബോടെ രാത്രി നിസ്കരിച്ചാൽ മുൻകഴിഞ്ഞ ചെറുപാപങ്ങൾ പൊറുക്കപ്പെടും. എന്തുകൊണ്ടാണ്? വെറുതെ ഇങ്ങനെ തറാവീന്ന് പറഞ്ഞിട്ട് നേരെ വന്ന് കൈയിട്ട ഇങ്ങനെ തലകുത്തി പറയാ അല്ല. ആ നിസ്കാരത്തിന് പ്രത്യേകതയുണ്ട്. രാത്രി നിസ്കാരത്തിന് അത് നിസ്കരിക്കേണ്ട രൂപത്തിൽ നിസ്കരിച്ചാലാണ് ഈ പറഞ്ഞ പാപമോചനം കിട്ടുക. അപ്പോഴാണ് അതിലെ ഖിറാഅത്ത് കൊണ്ട്, ഇമാമിന്റെ പാരായണം കൊണ്ട് നമുക്ക് നമ്മുടെ മനസ്സിന് സമാധാനം കിട്ടുക. അപ്പോഴാണ് നമുക്ക് ഹുദ ലഭിക്കുക. അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ചത് ഹുദൽ ലിന്നാസ്, ജനങ്ങൾക്ക് ഹുദയായിക്കൊണ്ടാണ്. ആ ഹുദ നമുക്ക് കിട്ടണമെങ്കിൽ സാധാരണ നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുന്നു, ഒരുപാട് പാരായണം ചെയ്യുന്നു. പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞതുപോലെ ഇതെപ്പോൾ തീരും എന്നതല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. എപ്പോഴാണ് ഈ ഖത്മ് പൂർത്തിയാവുക, ജുസ് തീരുക എന്നതാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കുക. 14 നമ്മൾ നോക്കും, 15 നോക്കും, ഇനി എത്ര പേജ് ഉണ്ട് എന്നാണ് നമ്മൾ നോക്കുക. അല്ലെങ്കിൽ അവസാനിക്കാൻ എത്ര സമയമുണ്ട് എന്നാണ് പൊതുവെ നമ്മൾ നോക്കുക. അതിലേക്ക് നോക്കുന്നതിനേക്കാൾ നമ്മൾ നോക്കേണ്ടത് ഇതൊരു തവണ മുഴുവനും വായിച്ചിട്ട് ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, അതെനിക്ക് കിട്ടിയോ എന്നതാണ്. അപ്പോഴാണ് അതുകൊണ്ട് ആസ്വാദനം ലഭിക്കുക. ജനങ്ങൾക്ക് അള്ളാഹു ഹുദയായിക്കൊണ്ടാണ് ഇത് അവതരിപ്പിച്ചത്. ശരി, ആ ഹുദ കിട്ടിയോ? ഖുർആൻ കൊണ്ട് എൻ്റെ മനസ്സിന് സന്മാർഗം കിട്ടിയോ? എൻ്റെ ജീവിതത്തിലെ തിന്മകൾ, വൃത്തികേടുകൾ, മ്ലേച്ഛതകൾ, സ്വഭാവ ദൂഷ്യങ്ങൾ, പാപങ്ങൾ അതുകൊണ്ട് മാറിയോ? ഞാൻ ഇസ്തിഖാമത്തിലായോ?
നേരായ മാർഗത്തിൽ എത്തിയോ? ശ്രദ്ധിക്കണം. അത് കിട്ടിയാലാണ് നമുക്കത് ആസ്വാദ്യകരമായി തീരുക. വബയ്യിനാത്തിൻ മിനൽ ഹുദ, വ്യക്തമായ സുവ്യക്തമായ തെളിവുകളുണ്ടതിൽ. പ്രമാണമാണ്, നമുക്ക് അഭിമാനിക്കാനുള്ള പ്രമാണമാണത്. ആ പ്രമാണമായി കൊണ്ടു നടക്കാൻ എനിക്ക് സാധിച്ചോ? വൽ ഫുർഖാൻ, സത്യാസത്യ വിവേചനമുണ്ടിതിൽ. സത്യവും അസത്യവും അള്ളാഹു വേർതിരിക്കുന്നു. ശിർക്ക് മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ തിന്മകളെയും അള്ളാഹു വേർതിരിച്ചിട്ടുണ്ട്. നന്മകൾ തിന്മകൾ എന്ന് അള്ളാഹു വേർതിരിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ എത്തിയോ എന്നതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോഴാണ് ആ ഖുർആൻ പാരായണം നമുക്ക് ആസ്വാദനമായി തീരുക. പറഞ്ഞു വന്നത് സഹോദരങ്ങളെ, മനസാന്നിധ്യത്തോടുകൂടി ഇബാദത്തുകൾ ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കണം. ഏഴാമത്തെ കാര്യം, ഒരു ഇബാദത്ത് ചെയ്യുമ്പോൾ അത് പരിപൂർണമാക്കി ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഫർദ് നിസ്കാരത്തിന് മുന്നേയുള്ള സുന്നത്തുകൾ അതൊരു ഇബാദത്തിന്റെ പരിപൂർണതയാണ്. ഫർദിന് മുന്നേയും ശേഷവുമുള്ള റവാത്തിബുകൾ അത് നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കുക എന്നത് അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. അതൊരു ഇബാദത്ത് ഏറ്റവും പരിപൂർണമായി നല്ല രൂപത്തിൽ ചെയ്യുന്നതിൻ്റെ അടയാളമാണ്. കാരണം ഫർളിന്റെ കുറവുകൾ സുന്നത്തുകൾ കൊണ്ട് പരിഹരിക്കപ്പെടും. അത് നിർബന്ധമായ നോമ്പിന്റെ കാര്യമാകട്ടെ, നിർബന്ധമായ സകാത്തിന്റെ കാര്യമാവട്ടെ, ഇതിലൊക്കെ ഐച്ഛികമായ കാര്യങ്ങൾ കൂടി നമ്മൾ എടുത്താൽ അതിൻ്റെ പരിപൂർണതയാണ്. സകാത്ത്, അതിൻ്റെ കൂടെ തന്നെ സുന്നത്തായിട്ടുള്ള സ്വതക്കകൾ, അതുപോലെ ഫർള് നോമ്പ്, സുന്നത്ത് നോമ്പുകൾ. ഇങ്ങനെ സഹോദരങ്ങളെ, ഒരു ഇബാദത്ത് ഫർദിന്റെ കൂടെ സുന്നത്തുകൾ കൂടി ചെയ്തുകൊണ്ട് അതിനെ പൂർത്തീകരിക്കാൻ, അതിനെ ഏറ്റവും നല്ല രൂപത്തിലാക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ആ ചെയ്യുന്ന ഇബാദത്തിന്റെ ആസ്വാദനം ലഭിക്കും. നിസ്കാരം തന്നെ എടുത്താൽ, മുന്നേ റവാത്തിബ് നിസ്കാരം, സുബഹിക്ക് മുമ്പ് 2, ദുഹറിന് മുന്നേ 4, ശേഷം 2, മഗ്രിബിനും ഇശാഇനും ശേഷം 2, 2, 12 റക്അത്തുകൾ. ഇതൊരാൾ പതിവാക്കിയാൽ അള്ളാഹു അയാൾക്ക് സ്വർഗത്തിൽ ഒരു വീട് നിർമ്മിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് ഈ നിസ്കാരങ്ങളുടെ മുന്നിലും പിന്നിലുമായി നമ്മൾ നിർവഹിച്ചാൽ സഹോദരങ്ങളെ, നമ്മുടെ ഇബാദത്തുകൾ ആസ്വാദ്യകരമായിരിക്കും, മനോഹരമായിരിക്കും. ഒരു നിസ്കാരം കഴിഞ്ഞ് നമ്മൾ അടുത്ത നിസ്കാരത്തിന് വേണ്ടി പ്രതീക്ഷിക്കുകയാണ്. അത് കഴിഞ്ഞ ഉടനെ പിന്നെയും നിസ്കാരം തന്നെയാണ്. അതിന് ആസ്വാദനമുണ്ട്, അതിന് മധുരമുണ്ട്. അവിടെ നമുക്ക് അതിലേക്ക് എത്താൻ സാധിക്കുന്നത്. നോമ്പെടുത്ത് നോക്കൂ. ശഅബാനിൽ നോമ്പ് സുന്നത്താണ്. റമളാനിൽ ഫർള് നോമ്പ് വന്നു. റമളാൻ കഴിഞ്ഞാൽ പിന്നെ അടുത്ത കൊല്ലല്ല, പിറ്റേത്തതിൻ്റെ പിറ്റേ ദിവസം, പെരുന്നാൾ കഴിഞ്ഞ് അടുത്ത ദിവസം തന്നെ എന്താണ്, പിന്നെ നോമ്പാണ്. അപ്പം അത് നമ്മുടെ നോമ്പ് എന്ന ഇബാദത്തിന് നമുക്ക് മധുരം നൽകും, ആസ്വാദനം നൽകും. നിർബന്ധമായ സക്കാത്ത് കൊടുത്ത ആളുകൾ വീണ്ടും ആരെങ്കിലും വന്ന് ചോദിച്ചാൽ ഐച്ഛികമായത് കൊടുക്കുകയാണ്. ഇങ്ങനെ ഫർളിന്റെ കൂടെ സുന്നത്തുകൾ കൂടി ചെയ്താൽ സഹോദരങ്ങളെ, അത് നമ്മുടെ ആ ഇബാദത്ത് ഭംഗിയാക്കാൻ, ആസ്വാദ്യകരമാക്കാൻ നമ്മെ സഹായിക്കും. എട്ടാമത്തെ കാര്യം, നമ്മുടെ ഇബാദത്തുകളുടെ ഫളായിലുകൾ, ശ്രേഷ്ഠതകൾ നമ്മൾ പഠിക്കണം. മഅരിഫത്തുണ്ടായിരിക്കണം, അറിയണം നമ്മൾ തൗഹീദിന്റെ ശ്രേഷ്ഠതകൾ എന്തൊക്കെയാണ്. എല്ലാവരും തൗഹീദിൽ, എല്ലാവരും കുടുംബക്കാരെല്ലാവരും മാറി, പിന്നെ ഞാൻ മാത്രം ഇങ്ങനെ, അങ്ങനെയല്ല. തൗഹീദ് പഠിച്ചിട്ട് നമ്മൾ മാറണം. അപ്പോഴാണ് അതിന് ആസ്വാദനം ഉണ്ടാവുക. പിന്നീട് ഷിർക്കിന്റെ ലാഞ്ചനകൾ വരുമ്പോൾ നമ്മൾ പേടിക്കും. ഷിർക്കിലേക്ക് തിരിച്ചു പോവേണ്ട ഒരവസ്ഥ നമ്മെ അങ്ങേയറ്റം ഭയപ്പെടുത്തും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. തൗഹീദിന്റെ ശ്രേഷ്ഠത പഠിച്ചാലാണ് നമുക്കത് കിട്ടുക. അപ്പോൾ തൗഹീദിന് വിരുദ്ധമായി എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നാലും ശക്തിയോടുകൂടി ഉറച്ചു നിൽക്കാൻ നമ്മെ സഹായിക്കും. കാരണം എന്താ, തൗഹീദിന്റെ ശ്രേഷ്ഠത നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് സ്വർഗത്തിന്റെ താക്കോലാണ്. ഇതുണ്ടെങ്കിലേ സ്വർഗത്തിലെത്തുകയുള്ളൂ. ദുനിയാവിലും ആഖിറത്തിലും ഏറ്റവും വലിയ സൗഭാഗ്യമാണ് തൗഹീദ് എന്ന് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏത്
കാറ്റടിച്ചാലും അതിൽ നിന്ന് മാറാൻ സാധിക്കുകയില്ല. അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടി അതിൽ ഉറച്ചു നിൽക്കാൻ നമ്മൾ സഹായിക്കും. നമ്മൾ പഠിക്കണം, തൗഹീദിനെ കുറിച്ച് നമ്മൾ പഠിക്കണം. ഞാൻ ആദ്യം ഓതി വെച്ച ആയത്ത് സ്ഥിരമായി നമ്മൾ കേൾക്കുന്നതാണ്, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നുകളെയും മനുഷ്യരെയും എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. പലപ്പോഴും ഇമാം ഖത്തീബ് ഇത് ഓതുമ്പോൾ തന്നെ ഇത് എത്ര നമ്മൾ കേട്ടതാ, നമ്മൾ പണ്ടും പണ്ടേ കേൾക്കുന്നല്ലേ. നമുക്ക് തോന്നരുത്, ഓരോ തവണ അത് കേൾക്കുമ്പോഴും സഹോദരങ്ങളെ നമ്മുടെ തൗഹീദ് ഉറപ്പിക്കാനുള്ളതാണ്, നമ്മുടെ ഈമാൻ ഉറപ്പിക്കാനുള്ളതാണ്. തൗഹീദിന്റെ ആയത്തുകളെ കുറിച്ച്, അതിന്റെ ശ്രേഷ്ഠതകളെ കുറിച്ച് നമ്മൾ പഠിക്കണം. നിസ്കാരത്തിന്റെ ശ്രേഷ്ഠതകൾ നമ്മൾ പഠിക്കണം. ഇബാദാത്തുകളുടെ, നോമ്പിന്റെ ശ്രേഷ്ഠതകൾ നമ്മൾ പഠിക്കണം. സകാത്തിന്റെ, ഹജ്ജിന്റെ ശ്രേഷ്ഠതകൾ നമ്മൾ പഠിക്കണം. ഓരോ ഇബാദത്തിന്റെയും ശ്രേഷ്ഠതകൾ നമ്മൾ പഠിക്കണം. എന്നിട്ട് നമ്മൾ അത് ചെയ്യുമ്പോൾ അതിന് ആസ്വാദനം ഉണ്ടാകും, അതിന് മധുരം ഉണ്ടാവും. ഉൾക്കാഴ്ചയോടുകൂടി ചെയ്യാൻ നമുക്ക് സാധിക്കും. ഒരാൾ പഠിച്ചിട്ട് ചെയ്യുന്നതും പഠിക്കാതെ ചെയ്യുന്നതും നമ്മൾ വ്യത്യാസമുണ്ട്. പഠിച്ചിട്ട് ചെയ്യുമ്പോൾ ഉൾക്കാഴ്ചയോടുകൂടി ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് അള്ളാഹു അറിവുള്ള ആളുകളെ കുറിച്ച് പറഞ്ഞത്, ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അള്ളാഹുവിന്റെ അടിമകളിൽ അള്ളാഹുവിനെ ഏറ്റവും നന്നായി ഭയക്കുന്നത് പണ്ഡിതന്മാരാണ്. കാരണം അവർ അള്ളാഹുവിനെ കുറിച്ച് അറിഞ്ഞവരാണ്, പഠിച്ചവരാണ്. അതുകൊണ്ട് റബ്ബിനെ സൂക്ഷിക്കാൻ അവർക്ക് സാധിക്കും. അള്ളാഹു നമ്മെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഏതൊരു ഇബാദത്തും അതിൻ്റെ ശ്രേഷ്ഠതകൾ പഠിച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്കതിന് ആസ്വാദ്യത, ഇന്ന പ്രതിഫലം ഇതിനുണ്ട്. നിസ്കാരത്തെക്കുറിച്ച് വന്ന പ്രത്യേകതകൾ, 5 നേരത്തെ നിസ്കാരങ്ങൾ എന്ന് പറഞ്ഞാൽ 5 നേരം ഒരാൾ വീടിൻ്റെ മുന്നിലൂടെ ഒഴുകിപ്പോകുന്ന ഒരു പുഴയിൽ നിന്ന് കുളിച്ചാൽ എങ്ങനെയായിരിക്കും? അയാളുടെ ശരീരത്തിൽ ഒരു മ്ലേച്ഛതയും അവശേഷിക്കുകയില്ല എന്നതുപോലെയാണ് നിസ്കാരം. നിസ്കാരത്തിലേക്ക് നടന്നു വരുമ്പോഴുള്ള പ്രതിഫലം, നിസ്കാരം കൊണ്ട് കിട്ടുന്ന പരലോകത്തെ പ്രത്യേകത, അത് നൂറാണ്, ബുർഹാനാണ്, പ്രകാശമാണ്, തെളിവാണ്, നജാത്താണ്, ഒക്കെ ഹദീസിൽ വന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ പഠിച്ചാൽ നമുക്ക് നമ്മുടെ ഓരോ ഇബാദത്തും ആസ്വാദകരമായി തീരും. ജക്കാത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രയാസം ഉണ്ടാവും, കുറേ കൊടുക്കണം, പ്രത്യേകിച്ച് ഇപ്പോൾ സ്വർണത്തിന് വില കൂടിയതാണ്. അപ്പോൾ കൊടുക്കുമ്പോൾ ഒരു പ്രയാസം, കൈവറക്കൂല. എന്തുകൊണ്ട്? ജക്കാത്തിന്റെ ശ്രേഷ്ഠതകൾ പഠിച്ചാൽ കൊടുക്കുമ്പോൾ പകച്ചു നിൽക്കുകയില്ല. കാരണം അള്ളാഹു അതിനേക്കാൾ വലുത് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ശ്രേഷ്ഠതകൾ പഠിച്ചാൽ സഹോദരങ്ങളെ നമുക്കതുകൊണ്ട് വലിയ ഉപകാരമുണ്ട്. 9ാമത്തെ കാര്യം, നമ്മുടെ ഇബാദത്തുകൾ നമുക്ക് ആസ്വാദ്യകരമായി തീരാൻ പാപങ്ങളിൽ നിന്ന് നാം വിട്ടുനിൽക്കണം. തെറ്റുകൾ, തിന്മകൾ അത് നമ്മെ നശിപ്പിക്കും. ചെറുതാവട്ടെ വലുതാവട്ടെ, തിന്മകൾ നമ്മെ നശിപ്പിക്കും. തിന്മകൾ എന്നത് നമ്മുടെ ഹൃദയങ്ങൾക്ക് അന്ധത ബാധിപ്പിക്കും. തിന്മകൾ എന്നത് നമ്മുടെ ഹൃദയങ്ങൾ ഇരുട്ടിലാക്കി കളയും. തിന്മകൾ എന്നത് ഇബാദത്ത് കൊണ്ട് ലഭിക്കുന്ന ആസ്വാദനങ്ങൾ ഇല്ലാതാക്കി കളയും. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, അള്ളാഹുവിന്റെ താക്കീതാണിത്, വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻക വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമ. ആരാണോ നമ്മുടെ ദിക്റിൽ നിന്നും തിരിഞ്ഞു കളയുന്നത്, ഫഇന്ന ലഹു മഈശതൻ ദൻക, അവന് നാം ഇടുങ്ങിയ ജീവിതമാണ് നൽകുക. അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് തിരിഞ്ഞു കളയുക എന്ന് പറഞ്ഞാൽ പാപങ്ങളിൽ മുഴുകുക എന്നതാണ്. റബ്ബിന്റെ കൽപ്പനകൾ പാലിക്കാതെ അതിൽ നിന്ന് തിരിഞ്ഞു നടക്കുക, തിന്മകളിൽ ഏർപ്പെടുക. അങ്ങനെയുള്ളവന് മഈശത്തുൻ ലൻകയായിരിക്കും, ഇടുങ്ങിയ ജീവിതമായിരിക്കും. അത് നോക്കൂ, ആദ്യം നമ്മൾ കേട്ടില്ലേ, അള്ളാഹു അവനെ അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്ന എന്താണ്? വിശിഷ്ടമായ വിശാലമായ ജീവിതമാണ്. നേരെ തിരിച്ചാണ് അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ആളുകൾക്ക് കിട്ടുക. മാത്രമല്ല, വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമ, ഖിയാമത്ത് നാളിൽ നാം അവനെ അന്ധനായിക്കൊണ്ടാണ്, കണ്ണുപൊട്ടനായിക്കൊണ്ടാണ് ഉയർത്തെഴുന്നേൽപ്പിക്കുക. സുബ്ഹാനല്ലാഹ്. നോക്കൂ, ആയത്ത് സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ഗൗരവത്തിൽ നമ്മൾ പേടിക്കേണ്ട ആയത്താണിത്. അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന്, അഥവാ അള്ളാഹുവിന്റെ കൽപ്പനകളിൽ നിന്ന്, അള്ളാഹുവിന്റെ കിതാബിൽ നിന്ന്, നന്മകളിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞാൽ ജീവിതം ഇടുങ്ങിപ്പോവും. എപ്പോഴും പ്രയാസമായിരിക്കും.
എപ്പോഴും മാനസികമായ സംഘർഷത്തിലായിരിക്കും. ഒരു വിശാലത ഉണ്ടാവുകയില്ല, കെട്ടിക്കൊടുക്കായിരിക്കും. ഹൃദയങ്ങൾ കറുത്തിരുണ്ടുപോകും. അതിൻ്റെ അനന്തരഫലം മുഖങ്ങളിൽ വരെ കാണാം എന്ന് മുൻഗാമികൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. പരലോകത്താകട്ടെ അന്ധനായി കൊണ്ടുവരും, കണ്ണ് കാണാത്ത അവസ്ഥയിലായിരിക്കും വരിക. എന്നിട്ട് അയാൾ പരലോകത്ത് പറയും, ഖാല റബ്ബി ലിമ ഹശർതനി അഅമ വഖദ് കുൻതു ബസീറ. അല്ലാഹുവേ, എന്തിനാണ് നീ എന്നെ അന്ധനായി കൊണ്ട് ഉയർത്തെഴുന്നേൽപ്പിച്ചത്? ഞാൻ കാഴ്ചയുള്ളവനായിരുന്നല്ലോ, ദുനിയാവിൽ എനിക്ക് കണ്ണ് കാണാമായിരുന്നു. എന്തുകൊണ്ടാണ് നീ എന്നെ അന്ധനായി ഉയർത്തെഴുന്നേൽപ്പിച്ചത്? ഖാല, അല്ലാഹു പറയും, കദാലിക അതത്ക ആയാതുന ഫനസീതഹ. അപ്രകാരമാണ് നിന്റെ അടുക്കൽ നമ്മുടെ ആയത്തുകൾ വന്നത്. ഖുർആനിൽ ആയത്തുകൾ വന്നു, അത് ഓതിത്തരാൻ ആളുകൾ വന്നു, പറഞ്ഞു തരാൻ ആളുകൾ വന്നു. പക്ഷെ ഫനസീതഹ, നീ അതിനെ മറന്നു കളഞ്ഞു, നീ അതിനെ വിസ്മരിച്ചു കളഞ്ഞു. വകദാലികൽ യൗമ തുൻസാ. ഇതാ ഇന്നേ ദിവസം നീയും മറക്കപ്പെടുകയാണ്, നിന്നെ അള്ളാഹു പരിഗണിക്കുകയില്ല. തിന്മകൾ എന്നത് സഹോദരങ്ങളെ ഇടുങ്ങിയ ജീവിതമാണ് പകരം നൽകുക. ജീവിതത്തിൽ ആസ്വാദനം ഉണ്ടാവുകയില്ല, പിന്നല്ലേ ഇബാദത്തിൽ ഉണ്ടാവുക. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അദ്ദാഉ വദ്ദവാ എന്ന കിതാബിൽ പാപങ്ങളെ കുറിച്ച്, ആ കിതാബ് അങ്ങനെയാണ്, അദ്ദാ എന്ന് പറഞ്ഞാൽ രോഗം, അദ്ദവാ എന്ന് പറഞ്ഞാൽ രോഗശമനം. രോഗവും രോഗശമനവും അദ്ദേഹം അതിൽ പറഞ്ഞിട്ടുണ്ട്. രോഗം എന്നത് സഹോദരങ്ങളെ പാപങ്ങളാണ്, തിന്മകളാണ് നമ്മുടെ രോഗം. അതിനുള്ള പ്രതിവിധി അള്ളാഹുവിലേക്ക് മടങ്ങലാണ്. തിന്മകളെക്കുറിച്ച് പാപങ്ങളെക്കുറിച്ച് അള്ളാഹുവിനെ ധിക്കരിക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ട് പിന്നീട് അതിൻ്റെ അനന്തര ഫലങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. നമ്മളത് കേൾക്കേണ്ട, വായിക്കേണ്ട ഭാഗമാണത്. പാപങ്ങളുടെ അനന്തര ഫലങ്ങളിൽ പെട്ടതാണ് ഹിർമാനു ത്വാഅ. ഇബാദത്തുകൾ അതിന് തൗഫീഖ് കിട്ടാതിരിക്കുക, ഇബാദത്തുകൾ തടയപ്പെടുക. ഇബാദത്തുകൾക്ക് തൗഫീഖ് കിട്ടുകയില്ല, എത്ര ശ്രമിച്ചാലും എത്താൻ സാധിക്കുകയില്ല. എന്ന് പറഞ്ഞാൽ തിന്മകളിലായി പാപങ്ങളിലായി അങ്ങനെ ജീവിക്കുന്ന കാലത്തോളം ഇബാദത്തുകൾക്ക് സൗഭാഗ്യം ലഭിക്കുകയില്ല. മുൻഗാമികളിൽ ചിലർ പറഞ്ഞതായി കാണാം, ഒരു തെറ്റ് ഞാൻ ചെയ്തപ്പോൾ 6 മാസക്കാലം എനിക്ക് രാത്രി നിസ്കാരം തടയപ്പെട്ടു, ഒരു തെറ്റ് ചെയ്തത് കാരണത്താൽ. സഹോദരങ്ങളെ, നമ്മൾ ചെയ്തു വന്ന പല നന്മകളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതായി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പുനർവിചിന്തനം നടത്തണം, നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്യണം, അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങണം. കാരണം നമ്മുടെ പാപങ്ങളാണ് അത് തടഞ്ഞിട്ടുള്ളത്. അത് തടയപ്പെടാനുള്ള കാരണം നമ്മുടെ പാപങ്ങളാണ്. അതുകൊണ്ട് ഇബാദത്തുകൾക്ക് തൗഫീഖ് കിട്ടുന്നില്ലേ, നമ്മൾ പരിശോധിക്കണം, എന്താണ് എൻ്റെ പ്രശ്നം എന്ന് പരിശോധിക്കണം. നമ്മൾ വീണ്ടും വിചാരം നടത്തണം, എന്നിട്ട് അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങണം, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം. അല്ലെങ്കിൽ ഇബാദത്തുകൾ അതിനുള്ള തൗഫീഖ് നമുക്ക് കിട്ടുകയില്ല. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി നമുക്ക് കാണാം, പാപിയുടെ തിന്മകൾ ചെയ്യുന്ന ഒരുവന്റെ ഉദാഹരണം, വഹാദ കറജുലിൻ അകല അക്ലതൻ, ഒരു മനുഷ്യനെ പോലെയാണ്. ഇബാദത്തുകൾ അതിനുള്ള തൗഫീഖ് നഷ്ടപ്പെട്ട പാപിയായ ഒരു മനുഷ്യൻ ഇതാ ഇയാളെ പോലെയാണ്. അകല അക്ലതൻ, അയാൾ ഒരു ഭക്ഷണം കഴിച്ചു. ഔജബത് ലഹു മർലതൻ തവീലതൻ മനഅത്ഹു മിൻ ഇദ്ദതി അകലാതി അത്യബ മിൻഹാ. അയാൾ ഒരു ഭക്ഷണം കഴിച്ചു, ആ ഭക്ഷണം സുദീർഘമായ ഒരുപാട് കാലത്തേക്ക് അതിനേക്കാൾ നല്ല ഭക്ഷണം കഴിക്കുന്നതിൽ നിന്ന് അയാളെ തടഞ്ഞു വെച്ചു. വല്ലാഹുൽ മുസ്തഹാൻ, അല്ലാഹുവിൽ അഭയം. തിന്മകൾ ചെയ്യുന്ന ഒരുവന്റെ ഉദാഹരണം ഇതുപോലെയാണ്. ഒരു തിന്മ ചെയ്താൽ ആ തിന്മയേക്കാൾ എത്രയോ ആസ്വാദ്യകരമാണ് നന്മകൾ, ഇബാദത്തുകൾ എന്നുള്ളത്. ഈ തിന്മ, ഈ ഭക്ഷണം കഴിച്ചത് കാരണത്താൽ അയാൾ രോഗിയായി, പിന്നീട് അയാൾക്ക് ഒരുപാട് കാലം അതിനേക്കാൾ നല്ല ഭക്ഷണം കഴിക്കാൻ സാധിക്കാത്ത രൂപത്തിൽ അയാൾ രോഗത്തിൽ അകപ്പെട്ടു എന്നതുപോലെയാണ് പാപിയുടെ അവസ്ഥ. ഒരു പാപം ചെയ്തു, ആ പാപം അയാളെ ഒരുപാട് കാലം ഇബാദത്തുകളിൽ
നിന്നും തടഞ്ഞു നിർത്തി. യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ ആസ്വാദനം എന്താണ്? ഇബാദത്തുകളാണ്. തിന്മകൾക്ക് ആസ്വാദനമില്ല. മറിച്ച് നേരത്തെ നമ്മൾ കേട്ടതുപോലെ മഈശത്തുൻ ദൻക, ഇടുങ്ങിയ ജീവിതമാണ് അയാൾക്കുള്ളത്. അങ്ങനെ ഇടുങ്ങിക്കൊണ്ട് അവൻ ജീവിക്കുന്നതിനേക്കാൾ അവൻ എത്ര മനോഹരമായിരുന്നു ഇബാദത്തുകൾ കൊണ്ട് ആസ്വാദനം ലഭിക്കുക എന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, തിന്മകൾ ഉപേക്ഷിക്കണം. നമ്മുടെ വാക്കുകളാവട്ടെ, പ്രവൃത്തികളാവട്ടെ, നമ്മുടെ നോട്ടങ്ങളാവട്ടെ, നമ്മുടെ ഇടപാടുകളിൽ വരുന്ന കാര്യങ്ങളാവട്ടെ, ഏതുമാവട്ടെ, അള്ളാഹുവിലേക്ക് നമ്മൾ ഖേദിച്ചു മടങ്ങണം. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ നിരാശരായി പോകരുതെന്നാണ്. എത്ര തെറ്റ് ചെയ്തോ, പറ്റിപ്പോയോ, റബ്ബിലേക്ക് നമ്മൾ മടങ്ങുക, അള്ളാഹുവിലേക്ക് മടങ്ങുക. അള്ളാഹു നമുക്ക് പുറത്തു തരും. എന്നിട്ട് ജീവിതം നന്നാക്കുക. അള്ളാഹു ആ തിന്മകൾ നന്മകളാക്കി നമുക്ക് മാറ്റിത്തരും. പിന്നീട് നമ്മുടെ ജീവിതം വിശിഷ്ടമാക്കി തരും. അതിനു മുന്നേ നമ്മൾ ജീവിക്കാത്ത രൂപത്തിലുള്ള ആസ്വാദനം അള്ളാഹു നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു തരും. അതാണ് തിന്മകളും നന്മകളും തമ്മിലുള്ള വ്യത്യാസം. 10ാമത്തെ കാര്യം സഹോദരങ്ങളെ, ഒരുമിച്ച് ജമാഅത്തായിക്കൊണ്ട് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് നിസ്കാരം. അത് ബാങ്ക് കേൾക്കുന്ന പരിധിയിലാണെങ്കിൽ ജമാഅത്തിന് കൃത്യമായി മസ്ജിദിലെത്താനും നിസ്കരിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. ഏതൊരു കാര്യവും ഒരുമിച്ച് ചെയ്യുക എന്നതിൽ ബറക്കത്തുണ്ട്. ഒരുമിച്ച് ചെയ്യുക എന്നതിൽ ബറക്കത്തുണ്ട്. ഒരുമിച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചില ആളുകൾ തെറ്റിദ്ധരിച്ചതുപോലെ ഏതെങ്കിലും സംഘടനയുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് ചെയ്യുക എന്നതല്ല. ഒരു സംഘത്തിൻ്റെ കൂടെ പ്രത്യേകമായ ഒരു സംഘടനയിൽ എന്നതല്ല അതിൻ്റെ അർത്ഥം. മറിച്ച് ഐക്യം, അൽ ജമാഅ എന്ന് പറഞ്ഞാൽ കിതാബിൻ്റെയും സുന്നത്തിൻ്റെയും പേരിലാണ് ഐക്യം. ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും പേരിലാണ് നമ്മുടെ ഐക്യം ഉണ്ടാകുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മുസ്ലിമീങ്ങൾ ഒരുമിക്കുമ്പോഴാണ് യഥാർത്ഥ ഐക്യം ഉണ്ടാവുക. മറ്റേത് ഏച്ചെട്ടിയാ മൊച്ചേക്കും എന്ന് പറഞ്ഞതുപോലെയാണ്. പറഞ്ഞു വന്നത് ജമാഅത്തായി ഒരുമിച്ച് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കുക. അതിൽപ്പെട്ടതാണ്, ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ജമാഅത്ത്. അതുപോലെ ഇപ്പോൾ നമ്മൾ റമദാനിൽ നിസ്കരിക്കുന്ന രാത്രി നിസ്കാരം, അതുപോലെയുള്ള കാര്യങ്ങൾ, അതിന് ആസ്വാദനം ഉണ്ടാകും. നമുക്ക് ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ പ്രതിഫലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 25ഉം 27ഉം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒരാൾ ഒറ്റക്ക് നിസ്കരിക്കുന്നതും ജമാഅത്തായി നിസ്കരിക്കുന്നതും വ്യത്യാസമുണ്ട്. ഒറ്റക്ക് നിസ്കരിച്ചാൽ പ്രതിഫലത്തിൽ മാത്രമല്ല നമ്മുടെ മനസാന്നിധ്യം, നമ്മുടെ നിസ്കാരത്തിന്റെ ഖുശൂഅ്, ഇതിനൊക്കെ ബാധിക്കും. എന്നാൽ ജമാഅത്താകുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കാൻ നമുക്ക് സാധിക്കും. അപ്പം അതിൽപ്പെട്ടാണ്, നിങ്ങൾ നോക്കൂ, റമദാൻ മാസത്തിൽ നമ്മൾ ഒരുമിച്ച് നോമ്പ് തുറക്കുന്നു. എത്ര മനോഹരമാണ്! അതിനൊരു ആസ്വാദനമുണ്ട്. വീട്ടിൽ എത്ര നല്ല വിഭവങ്ങൾ ഉണ്ടെങ്കിലും എത്രയോ ആളുകൾ പള്ളിയിൽ നിന്ന് നോമ്പ് തുറക്കുള്ളൂ. അതിന് ആസ്വാദനമുണ്ട്. ഇങ്ങനെ ഓരോന്നും ഒരുമിച്ച് ചെയ്യുക എന്നത് അതിൽ ആസ്വാദനമുണ്ട്. 11ാമത്തെ കാര്യം അദ്ദുആ, പ്രാർത്ഥനയാണ് സഹോദരങ്ങളെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഇബാദത്തുകൾക്ക് നമ്മൾ തൗഫീഖ് ചോദിക്കണം. അതുപോലെ അത് സ്വീകരിക്കാൻ തൗഫീഖ് ചോദിക്കണം. അതുപോലെ തന്നെ ഈ പറഞ്ഞ രൂപത്തിൽ കൺകുളിർമ നൽകാൻ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കണം. ഒരുപാട് പ്രാർത്ഥനകൾ ആ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും വന്നതായി നമുക്ക് കാണാം. ദുആ അതുമാത്രം വിശദീകരിക്കാൻ ധാരാളമുണ്ട്. പ്രാർത്ഥന ഇതിനേക്കാൾ ഈ പറഞ്ഞതിൻ്റെ മേൽ പറഞ്ഞ കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ എത്തിക്കുന്നത് ഈ പറഞ്ഞ ദുആ ആണ്. ആത്മാർത്ഥമായി ദുആഇന്റെ സന്ദർഭങ്ങളിൽ അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ പരിശ്രമിക്കുക. പ്രത്യേകിച്ച് നോമ്പുകാരൻ്റെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകതയുണ്ട്. നോമ്പുമായി ബന്ധപ്പെട്ട് ദുആഇന് പ്രത്യേകതയുണ്ട്. ഖുർആനിൽ നോമ്പിന്റെ ആയത്തുകൾക്കിടയിലാണ് അള്ളാഹു ദുആഇനെ കുറിച്ച് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില പ്രാർത്ഥനകൾ തള്ളപ്പെടുകയില്ല എന്ന് പറഞ്ഞതിൽ ഒന്ന് നോമ്പുകാരൻ്റെ പ്രാർത്ഥനയാണ്. നോമ്പുകാരൻ്റെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ദുആ ചെയ്യുക. പ്രത്യേകിച്ച് നിസ്കാരത്തിൽ, സുജൂദിൽ, അവസാനത്തെ അത്തഹിയാത്തിൽ സലാം വീട്ടുന്നതിൻ്റെ തൊട്ടു മുന്നേയുള്ള സമയം, അതുപോലെ രാത്രിയുടെ അന്ത്യയാമങ്ങൾ, അത്താഴത്തിൻ്റെ സമയം, ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെയും ഇടയിലുള്ള സമയം, ഇങ്ങനെയുള്ള സമയങ്ങളിൽ അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യാൻ പരിശ്രമിക്കുക. ആസ്വാദനം നൽകാനും കൺകുളിർമ നൽകാനും ഉറപ്പിച്ചു നിർത്താനുമൊക്കെ അള്ളാഹുവിനോട് നമ്മൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കണം. 12ാമത്തെ കാര്യം സഹോദരങ്ങളെ, അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. അത്
സഹോദരിമാർ സ്ത്രീകൾക്ക് മാത്രം പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യമാണ്. സ്ത്രീകളുടെ ഇബാദത്തുകൾ, അവർക്ക് ആസ്വാദനം പലപ്പോഴും കിട്ടാതിരിക്കാനുള്ള ഒരു കാരണം ഭർത്താക്കന്മാരോടുള്ള അവരുടെ ബാധ്യതകളിലുള്ള വീഴ്ച കാരണത്താലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ കുൻതു ആമിറൻ അഹദൻ അൻ യസ്ജുദ ലിഅഹദിൻ ലഅമർതുൽ മർഅത അൻ തസ്ജുദ ലിസൗജിഹാ മിൻ ഹഖ്ഖിഹി അലൈഹാ. സൃഷ്ടികളിൽ ആർക്കെങ്കിലും സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമെങ്കിൽ ഒരു സ്ത്രീയോട്, ഒരു ഭാര്യയോട് അവളുടെ ഭർത്താവിന് മുന്നിൽ സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു. കാരണം ഭർത്താവിനോടുള്ള ബാധ്യത അതിനു മാത്രം വലുതാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, അതാണ് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട ഭാഗം, വലാ തജിദു ഇംറഅതുൻ ഹലാവതൽ ഈമാനി ഹത്താ തുഅദ്ദി ഹഖ്ഖ സൗജിഹാ. ഒരു പെണ്ണ്, ഒരു ഭാര്യ, അവൾക്ക് ഈമാനിന്റെ മാധുര്യം നുകരാൻ സാധിക്കുകയില്ല അവളുടെ ഭർത്താവിനോടുള്ള ബാധ്യതകൾ അവൾ പൂർത്തീകരിക്കുന്നത് വരേക്കും. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇത് ഭാര്യമാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം പലപ്പോഴും സ്ത്രീകൾക്ക് ഇബാദത്തുകൾ കൊണ്ട് ആസ്വാദനം ലഭിക്കാത്തതിൻ്റെ ഒരു കാരണം അതാണ്. ആസ്വാദനം ലഭിക്കാത്തത് എന്ന് പറഞ്ഞാൽ നമ്മൾ അളന്നു നോക്കിയതുകൊണ്ടല്ല, അവരുടെ പ്രവർത്തനങ്ങളെ മനസ്സിലാവും. ഇതൊക്കെ ചെയ്തിട്ടും വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല. ഒരുപാട് ഇബാദത്ത് ചെയ്യുന്നുണ്ടാവും, പക്ഷെ വലിയ മാറ്റങ്ങളൊന്നും കാണാത്തതിൻ്റെ കാരണം ഇതാണ്. അവരുടെ ഭർത്താക്കന്മാരോടുള്ള ബാധ്യതകൾ അവർ പൂർത്തീകരിക്കണം എല്ലാ അർത്ഥത്തിലും. എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ സഅലഹാ നഫ്സഹാ അലാ ഖതബിൻ. ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയോട് അവൾ ഒട്ടകപ്പുറത്ത് ഇരിക്കുന്ന സന്ദർഭത്തിലാണ് അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ ആവശ്യപ്പെടുന്നത് എങ്കിൽ അവൾ അത് പൂർത്തീകരിച്ചു കൊടുക്കണം. ഒട്ടകപ്പുറത്തുനിന്ന് താഴേക്ക് ഇറങ്ങാന്നുള്ളത് പ്രയാസമുണ്ട്, അതുകൊണ്ടാണ്. ഒരൽപ്പം കഷ്ടപ്പെട്ട് താഴേക്ക് ഇറങ്ങിയിട്ടായാലും ഭർത്താവിൻ്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കാൻ ഒരു ഭാര്യ തയ്യാറാവാത്ത കാലത്തോളം അവളുടെ ഈമാനിൻ്റെ മാധുര്യം അവൾക്ക് ലഭിക്കുകയില്ല എന്നാണ്. ഇത് പറയുമ്പോൾ സ്ത്രീകൾ ഭർത്താക്കന്മാരെ കുറിച്ചുള്ള പരാതികൾ അവർക്ക് ഒരുപാടുണ്ടാവും. ഭർത്താക്കന്മാർ ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ അതിൽ മികച്ചവരാണോ എന്ന് പരിശോധിക്കണം. എന്നിട്ടാണ് ഓരോ ഈമാൻ നമ്മൾ അളക്കാൻ പോകേണ്ടത്. നമ്മളത് ശ്രദ്ധിക്കണം. നമുക്ക് അവരോട് ചെയ്യാൻ ഒരുപാട് ബാധ്യതകളുണ്ട്. വഅശിറൂഹുന്ന ബിൽ മഅറൂഫ്. ഭാര്യമാരോട് ഏറ്റവും നല്ല രൂപത്തിൽ നിങ്ങൾ പെരുമാറുക. ആ നല്ല രൂപം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. നമ്മൾ തൊട്ടേനും പിടിച്ചേനും ചീത്തറിയുക, നല്ല രൂപത്തിൽ സംസാരിക്കാതിരിക്കുക, മോശമായി പെരുമാറുക, അങ്ങാടിയിൽ പെരുമാറുന്നത് പോലെ വീട്ടിൽ പെരുമാറുക, ഈ രൂപത്തിൽ മോശമായ പെരുമാറ്റമാണ്. എന്നിട്ട് ഈ ഹദീസ് പറഞ്ഞു കൊടുത്താൽ സ്വീകരിക്കുകയില്ല. ആദ്യം നിങ്ങൾ നന്നാവുന്ന പറയും. ഇത് കേൾക്കുമ്പോൾ ഭർത്താക്കന്മാരായിട്ടുള്ള നമ്മൾ, വിവാഹം ചെയ്യാൻ പോകുന്ന ആളുകളും ശ്രദ്ധിക്കുക. നമ്മുടെ ബാധ്യതകൾ പൂർത്തീകരിക്കുക. നമുക്ക് അവരോട് ഒരുപാട് ബാധ്യതകളുണ്ട്, ഒരുപാട് ബാധ്യതകൾ അവരോട് നമുക്കുണ്ട്. അത് പൂർത്തീകരിക്കുന്ന കാലത്തോളം നമ്മൾ ഇത് പറയാൻ അർഹരല്ല എന്ന് അവർ നമ്മളോട് പറയും. അപ്പം അതില്ലാതാക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക, എന്നിട്ട് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ അവരുടെ ഇബാദത്തുകൾ കൊണ്ട് അവർക്ക് ആസ്വാദനം ലഭിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കുക. നമ്മളെ കൊണ്ട് അവർ നശിച്ചു പോകരുത്, നമ്മളെ കൊണ്ട് അവർ നശിച്ചു പോകരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ഈ പറഞ്ഞ കാര്യങ്ങൾ 12ഓളം കാര്യങ്ങൾ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. നമ്മുടെ ഇബാദത്തുകളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് നമുക്ക് കാണാം. പ്രത്യേകിച്ച് ഇബാദത്തുകൾ കൊണ്ട് സമൃദ്ധമാക്കേണ്ട ഈ പരിശുദ്ധ റമളാനിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഓരോരുത്തരും, പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ ഏറ്റവും നല്ല രൂപത്തിലുള്ള ഇബാദത്തുകളുമായി ജീവിച്ചാലാണ് നമ്മൾ ആദ്യം കേട്ട ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞ വാക്ക് നമുക്ക് സാക്ഷാത്കരിക്കാൻ സാധിക്കുക. ഇന്ന ഫിദ്ദുന്യ ജന്നതൻ ലം യദ്ഖുൽഹാ ലം യദ്ഖുൽ ജന്നത്തൽ ആഖിറ. ദുനിയാവിൽ ഒരു സ്വർഗമുണ്ട്, അതിൽ പ്രവേശിക്കാത്തവർക്ക് പരലോകത്തെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല. ഈ പറഞ്ഞ രൂപത്തിൽ നമ്മുടെ ഇബാദത്തുകളായാൽ സഹോദരങ്ങളെ,
സാമ്പത്തികമോ മറ്റുള്ള ഭൗതിക വിഭവങ്ങളോ ഒന്നും നമ്മെ അലട്ടുകയില്ല. അതൊന്നും നമ്മുടെ പ്രശ്നമായി മാറുകയില്ല. ഇതിനർത്ഥം ജോലിക്ക് പോകണ്ടെന്നല്ല, പണിക്കോണം, സമ്പത്തുണ്ടാക്കണം, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യണം. തവക്കുൽ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ കാരണങ്ങളും സ്വീകരിക്കുക. അപ്പോഴേ അത് തവക്കുലാവുള്ളൂ. ഇതൊക്കെ ഉണ്ട്, ഇനിയൊന്നും വേണ്ട എന്ന് പറഞ്ഞ് പള്ളിയിൽ ഇരിക്കാനല്ല ഈ പറഞ്ഞത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ, നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ ബാധ്യതകൾ നമ്മൾ നിറവേറ്റിക്കൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ ഭൗതിക വിഭവങ്ങളിൽ കുറവ് സംഭവിച്ചാലും നമുക്കതൊന്നും ബാധിക്കുകയില്ല. സമാധാനം ഉണ്ടാവും, ആശ്വാസം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും, നല്ല ജീവിതം ഉണ്ടാകും. സമാധാനമായി കിടന്നുറങ്ങാം, സമാധാനമായി ഇബാദത്തുകൾ ചെയ്യാം, സമാധാനമായി ആളുകളുമായി ഇടപഴകാം, ഒക്കെ ചെയ്യാം. അള്ളാഹു എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും ഏറ്റവും നല്ല രൂപത്തിൽ അവനെ ഇബാദത്ത് ചെയ്യാൻ, അത് ആസ്വാദ്യകരമായി തീരാൻ സഹായം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ തെറ്റുകുറ്റങ്ങൾ, ന്യൂനതകൾ, കുറവുകൾ വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ മരണം വരെ അള്ളാഹുവിൻ്റെ ദീനിൽ നമ്മെ ഉറപ്പിച്ചു നിർത്തുമാറാവട്ടെ. എല്ലാവിധ ഫിത്നകളിൽ നിന്നും കുഴപ്പങ്ങളിൽ നിന്നും അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും അള്ളാഹു റബ്ബുൽ ആലമീൻ എല്ലാവിധ തിന്മകളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാവട്ടെ. പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ലോകത്തിൻ്റെ നാനാ ദിക്കുകളിൽ, പ്രത്യേകിച്ച് അറബ് നാടുകളിലുള്ള നമ്മുടെ സഹോദരങ്ങൾ, അള്ളാഹു അവർക്ക് തുറവിയും ആശ്വാസവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സമാധാനത്തോടെ ശാന്തമായി ഇബാദത്തുകൾ ചെയ്യാൻ അള്ളാഹു അവരെ സഹായിക്കുമാറാവട്ടെ. അവരിലേക്ക് വരുന്ന എല്ലാ കുതന്ത്രങ്ങളെയും അള്ളാഹു ആ കുതന്ത്രകാരികളിലേക്ക് തന്നെ തിരിച്ചു മടക്കുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ ഈ ദീനിൻ്റെ ശത്രുക്കളെ നശിപ്പിക്കുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിലെ രോഗികൾക്ക്, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക്, പ്രത്യേകിച്ച് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകൾക്ക് അള്ളാഹു ശിഫാവും ആശ്വാസവും തുറവിയും നൽകുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മിൽ നിന്നും ഈമാനോടുകൂടി മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. വല്ലാഹു തആല അഅല വ അഅലം വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.